നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ്. ഏതാണ്ട് 65 മില്യൺ ഇയേഴ്സിന് 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിലെ അഞ്ചാമത്തെ മാസ് എക്സ്റ്റിങ്ഷൻ കൂട്ട വംശനാശം സംഭവിക്കുന്നത്. ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് സംഭവിച്ച ആ ഒരു വംശനാശത്തിൽ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഡൈനസോറുകൾ ഉൾപ്പെടെയുള്ള ജീവി വർഗങ്ങളിൽ ഏതാണ്ട് 80% ഇല്ലാതായി. പറക്കുന്ന ഡൈനസോർ വംശത്തിൽപ്പെട്ട ചില ജീവികൾ, കടലാമകൾ, അതുപോലെ തന്നെ ക്രോക്കഡൈൽസ്, നമ്മുടെ മുതലകളുടെ വംശത്തിൽപ്പെട്ട ജീവികൾ, ചില സസ്തനികൾ, അങ്ങനെ വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമാണ്, ജന്തുക്കൾ മാത്രമാണ് ഈ ഒരു കൂട്ട വംശനാശത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിന് ശേഷമാണ്, ഈ ഒരു കൂട്ട വംശനാശത്തിന് ശേഷമാണ്, അത് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. വീണ്ടും 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്, വംശനാശത്തിന് ശേഷമാണ് സസ്തനികൾ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നിന്ന് പ്രൈമേറ്റ്സ് ഉണ്ടായത്. ഇന്നേക്ക് ഏതാണ്ട് 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്, അതായത് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടവംശനാശം നടക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ മാമൽസിൽ നിന്ന് പുതിയ പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം രൂപപ്പെടുന്ന സമയത്ത്, നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വടക്കോട്ടേക്ക് ഏതാണ്ട് 20 സെൻറ്റിമീറ്റർ, ഒരു വർഷത്തിൽ 20 സെൻറ്റിമീറ്റർ എന്ന കണക്കിന് വടക്കോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആ സമയത്ത് യൂറേഷ്യൻ പ്ലേറ്റിൽ നമ്മുടെ ഈ ടിബറ്റിൻ്റെ ഭാഗത്ത് വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മാമൽസിൽ നിന്ന് പ്രൈമേറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നീളമുള്ള വിരലുകൾ, അതുപോലെ തന്നെ മറ്റു വിരലുകളിൽ മുട്ടിക്കാവുന്ന തള്ളവിരൽ, വശങ്ങളിലേക്കല്ല നേരെ മുമ്പിലേക്ക് നോക്കി നിൽക്കുന്ന ആ രീതിയിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കണ്ണുകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഐ സോക്കറ്റ്സ്, കുറച്ചുകൂടി പരന്ന നെറ്റി, അതുപോലെ തന്നെ പരന്ന നഖങ്ങൾ, പക്ഷികൾക്കുള്ളതുപോലെ കൂർത്ത ക്ലോസിന് പകരം പരന്ന നെയിൽസ്, വികസിച്ച തോളല്, വലിപ്പമേറിയ ബ്രെയിൻ, ഇതൊക്കെയാണ് ഇന്ന് ഈ ഒരു യുഗത്തിൽ വികാസം പ്രാപിച്ച പ്രൈമേറ്റ്സ് വർഗത്തിൽപ്പെട്ട ജീവികൾക്ക്, നാം ഉൾപ്പെടെയുള്ള ജീവികൾക്ക് ഉള്ളത്. പക്ഷേ ഈ പ്രൈമേറ്റ്സ് ഉണ്ടായത് മുമ്പ് പറഞ്ഞതുപോലെ ഏതാണ്ട് 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ പ്രത്യേകതകളും നമ്മുടെ പൂർവ്വ ജീവികളായിട്ടുണ്ടായിരുന്ന ആ ജീവികൾക്ക് ഈ പ്രത്യേകതകളെല്ലാം തന്നെയും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഇതിൽ ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ അന്നത്തെ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു വർഗം ഉണ്ടായി വരുന്ന ആ സമയത്തെ ജീവികൾക്ക് ഉണ്ടായിരുന്നു. അക്കാലത്തെ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ചില ജീവികളുടെ ഫോസിൽസ്, ചില പ്രൈമേറ്റ്സിന്റെ ആദ്യകാല ദശയിലുണ്ടായിരുന്ന പ്രൈമേറ്റ്സിന്റെ ചില ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ജീവികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. സസ്തനി അഥവാ മാമൽ എന്ന് പറഞ്ഞ ആ ഒരു വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണെങ്കിലും പ്രൈമേറ്റ്സിന്റെ ആദ്യകാല ലക്ഷണങ്ങൾ ചിലതൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ജീവിയുടെ ഫോസിൽസ് നമുക്ക് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പ്ലസിയാഡപ്പിസ് എന്നാണ് ആ ഒരു ജീവി വർഗത്തിന്റെ പേര്. കാര്യം മാമൽസ് ഒക്കെ ആണെങ്കിലും പ്രൈമേറ്റ്സിന്റെ ലക്ഷണങ്ങൾ ആദ്യമായിട്ട് പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു ജീവി വർഗമാണ് പ്ലസിയാഡപ്പിസ്. വെറും 2 കിലോഗ്രാം മാത്രം ഭാരമുണ്ടായിരുന്ന ഒരു ചെറിയ ജീവിയായിരുന്നു പ്ലസിയാഡപ്പിസ്. ഇത് ഏതാണ്ട് 55 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്, 55 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ഇതിനുശേഷം ഒരു 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് പ്രൈമേറ്റ് എന്ന് തികച്ചും വിളിക്കാൻ പറ്റുന്ന ഒരു ജീവിയുടെ ഫോസിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നാണ് കിട്ടുന്നത്. അഡാപ്പിഫോംസ് എന്നായിരുന്നു ആ ഒരു ജീവി വർഗത്തിന്റെ പേര്. ഈ അഡാപ്പിഫോംസ് ജീവി വർഗത്തിൽപ്പെട്ട ഒട്ടനവധി ജീവികൾ ആ ഒരു സമയത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പല വേരിയേഷൻസിലുള്ള പല ഫോസിൽസ് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇന്ന് മഡഗാസ്കറിലും മറ്റും കാണപ്പെടുന്ന ലീമർ അല്ലെങ്കിൽ ലെമൂർ എന്നറിയപ്പെടുന്ന ആ ഒരു ജീവിയുടെ ആ ഒരു ഭാവത്തിലും രൂപത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ജീവിയായിരുന്നു ഈ അഡാപ്പിഫോംസ് എന്ന് പറഞ്ഞ ആ ഒരു ജീവി വർഗം. അങ്ങനെ നമ്മൾ പ്രൈമേറ്റ്സ് ഉരുത്തിരിഞ്ഞു വരുന്ന, മാമൽസിൽ നിന്ന് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞു വരുന്ന കാലത്തെ 2 ജീവികളെയാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാസ് എക്സ്റ്റിങ്ഷൻ നടന്നു. 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മാമൽസിൽ നിന്ന് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം രൂപപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട 2 ജീവികൾ, പ്രൈമേറ്റ്സിന്റെ ആദ്യകാല ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്ന ജീവികൾ, അതിലൊന്ന് 55 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടാമത് ഏതാണ്ട് ഒരു 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു 30 മില്യൺ വർഷങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും മാമൽസിൽ നിന്ന് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ വർഗം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത്, നമ്മൾ ഇപ്പോഴും പറഞ്ഞ അഡാപ്പിഫോംസ് എന്ന് പറഞ്ഞ ആ ഒരു ജീവി വർഗമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രൈമേറ്റ്സ് വീണ്ടും 2 വിഭാഗങ്ങളായിട്ട് മാറുന്നത്. അങ്ങനെ പ്രൈമേറ്റ്സ് 2 പോയതിൽ ഒരു വിഭാഗത്തിന്റെ പേരാണ് സ്ട്രപ് സെറൈനി. ഈ സ്ട്രപ് സെറൈനി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവി നമ്മുടെ നാട്ടിലുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുട്ടി തേവാങ്ക്, സ്ലെൻഡർ ലോറിസ്,
ഈ കുട്ടി തേവാങ്ക് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ ഏതാണ്ട് അതേ രീതിയിലുണ്ടായിരുന്ന കുറച്ച് ജീവികളാണ് ഇതിൻ്റെ പുറകോട്ടേക്ക് ഈ സ്റ്റെപ്പ് സെറൈനി വിഭാഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് 30 മില്യൺ വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ചില ഫോസിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം തന്നെയും നമ്മൾ ഈ പറയുന്ന കുട്ടി തേവാങ്കിൻ്റെ ഏതാണ്ട് ആ ഒരു ഷേപ്പിലുള്ള ജീവികളാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ കഥ പറയുന്നത് എന്തിനാണ്? നമ്മൾ ഈ പറഞ്ഞു വരുന്നത് പ്രൈമേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന അവസാനത്തെ ആളായ നമ്മളിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ വരുന്ന വഴിയിൽ നിന്ന് ആദ്യമായിട്ട് വഴി പിരിഞ്ഞു പോയത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഈ കുട്ടി തേവാങ്കിൻ്റെ വർഗമാണ്. സ്റ്റെപ്പ് സെറൈനി എന്നാണ് അവരെ വിളിക്കുക. അങ്ങനെ ഏതാണ്ട് 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് പ്രൈമേറ്റ്സ് എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം അങ്ങ് വഴി പിരിഞ്ഞു പോയി. അതാണ് ഈ കുട്ടി തേവാങ്ക് ഉൾപ്പെടുന്ന സ്റ്റെപ്പ് സെറൈനി വിഭാഗം. 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ വഴി പിരിഞ്ഞു പോയ 2 വിഭാഗം, സ്റ്റെപ്പ് സെറൈനി എന്ന് പറഞ്ഞ ഒരു വിഭാഗം, പിന്നെ രണ്ടാമത്തെ ഒരു വിഭാഗം. ഈ രണ്ടാമത്തെ വിഭാഗത്തിലാണ് നമ്മൾ പെടുന്നത്. ഈ 2 വിഭാഗങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു എളുപ്പ മാർഗമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞ കുട്ടി തേവാങ്ക് ഉൾപ്പെടുന്ന സ്റ്റെപ്പ് സെറൈനി വിഭാഗത്തിന് അതിൻ്റെ മൂക്ക്, ആ ഒരു വിഭാഗത്തിൻ്റെ ജീവികളുടെ മൂക്ക് എപ്പോഴും വെറ്റാണ്, നനഞ്ഞാണ് ഇരിക്കുന്നത്. നമ്മുടേത് അങ്ങനെയല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമുള്ള ഒരു മാർഗം. അങ്ങനെ ആ സമയത്ത് പ്രൈമേറ്റ്സ് 2ആയിട്ട് പിരിഞ്ഞു പോയതിൽ രണ്ടാമത്തെ വിഭാഗമാണ് ഹാപ്ലോ റൈനി. ഈ ഹാപ്ലോ റൈനി വിഭാഗത്തിലാണ് നാം ഉൾപ്പെടെയുള്ള പ്രൈമേറ്റ്സ് പെടുന്നത്. അതായത് നമ്മുടെ കഥ ഇപ്പോൾ സ്റ്റെപ്പ് സെറൈനിയെ, കുട്ടി തേവാങ്കിൻ്റെ ആൾക്കാരെ അവിടെ നിന്ന് വിട്ടു. ഇനി നമ്മൾ പോകുന്നത് ഈ ഹാപ്ലോ റൈനി എന്ന് പറഞ്ഞ ആ ഒരു ലൈനിലാണ്. കാരണം ആ ലൈനിലാണ് അവസാനം നമ്മൾ വരുന്നത്. അങ്ങനെ ഇപ്പോൾ പ്രൈമേറ്റ്സിൽ നമ്മുടെ വിഭാഗമുണ്ട്. 30 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹാപ്ലോ റൈനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു വിഭാഗം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു 5 ദശലക്ഷം വർഷങ്ങൾ കൂടി കഴിഞ്ഞുപോയി. അതായത് ഇന്നേക്ക് 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, 25 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു വിഭാഗം നമ്മുടെ ഈ ഹാപ്ലോ റൈനി എന്ന് പറഞ്ഞ പ്രൈമേറ്റ് വിഭാഗത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. അതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ കുരങ്ങുകൾ, ബബൂൺസ്. ഇവരെല്ലാം ഏതാണ്ട് 25 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നാം ഉൾപ്പെടുന്ന ഹാപ്ലോ റൈനി എന്ന് പറഞ്ഞ ആ ഒരു പ്രൈമേറ്റ് വിഭാഗത്തിൽ നിന്ന് വേർപെട്ട് പോയതാണ്. അതായത് ഈ 2 പേർക്കും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു പൂർവ്വ പിതാവായിട്ടുള്ള ഒരു മൃഗം ഈ പറയുന്ന 30 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇത് രണ്ടും രണ്ടായിട്ട് മാറിയത്. അതായത് നമ്മുടെ ലൈനിൽ നിന്ന്, നമ്മൾ ഈ പോരുന്ന ലൈനിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ ഹാപ്ലോ റൈനി എന്നറിയപ്പെടുന്ന പ്രൈമേറ്റ് വിഭാഗത്തിലാണ് ഉള്ളത്. ആ ഒരു ലൈനിൽ നിന്ന് ആദ്യമേ വിട്ടുപോയത് കുട്ടി തേവാങ്കുകളാണ്. ഇപ്പോൾ രണ്ടാമത് വിട്ടുപോയിരിക്കുന്നത് ഈ പറയുന്ന സാധാരണ കുരങ്ങുകളും ബബൂൺസുമാണ്. അങ്ങനെ 25 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സാധാരണ കുരങ്ങുകൾ നമ്മുടെ ഈ ലൈനിൽ നിന്ന്, ഹാപ്ലോ റൈനി ലൈനിൽ നിന്നും മാറിപ്പോയി. അതിനുശേഷം വീണ്ടും താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞാൽ 18 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഗിബ്ബൺസ് എന്നറിയപ്പെടുന്ന കുരങ്ങുകളുടെ ആ ഒരു വിഭാഗം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകുന്നത്. ആദ്യമേ വിട്ടുപിരിഞ്ഞ് പോയത് സാധാരണ കുരങ്ങുകളാണ്. രണ്ടാമത് വിട്ടുപിരിഞ്ഞ് പോകുന്നത് ഗിബ്ബൺസ് ആണ്. അപ്പോൾ നമുക്ക് പറയാം, നമ്മളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ജീവി എന്ന് പറയുന്നത് സാധാരണ കുരങ്ങിനേക്കാളും ഗിബ്ബൺസ് ആണ്. കാരണം ഗിബ്ബൺസ് ആണ് നമ്മുടെ ഈ ലൈനിൽ നിന്ന് രണ്ടാമത് വിട്ടു പോയത്. ഇത് 18 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒറാങ്ങുട്ടാൻ്റെ ആ ഒരു വിഭാഗമാണ് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയത്. നമ്മളിപ്പോൾ കാണുന്ന വലിയ ആൾക്കുരങ്ങ് വർഗത്തിൽ ആദ്യമേ തന്നെ നമ്മുടെ ഈ ലൈനിൽ നിന്ന്, ഹാപ്ലോ റൈനി ലൈനിൽ നിന്ന് വിട്ടുപോയത് ഒറാങ്ങുട്ടാനാണ്. ഓർക്കുക, 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഒറാങ്ങുട്ടാൻ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം, ഒറാങ്ങുട്ടാൻ്റെ പൂർവ്വ പിതാക്കന്മാരായിട്ടുള്ള ജീവി വർഗ്ഗങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം നാം ഉൾപ്പെടുന്ന പ്രൈമേറ്റ്സിൻ്റെ ഹാപ്ലോ റൈനി വിഭാഗത്തിൽ നിന്നും വേർപെട്ട് പോയത്. ഇനി ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ് എക്സ്റ്റിങ്ഷൻ നടന്നത് 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതിനുശേഷം 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് മാമൽസിൽ നിന്ന് പ്രൈമേറ്റ്സ് ഉണ്ടാകുന്നത്. ഈ സമയത്തൊക്കെയും നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആ ഒരു ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്തൂടെ വർഷത്തിൽ 20 സെൻറ്റിമീറ്റർ എന്ന കണക്കിന് വടക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ സമയം എത്രയായി? 12 മില്യൺ വർഷങ്ങളാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഈ ഒരു ടിബറ്റൻ മേഖലയിൽ, യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ ശേഷം. ഈ ഒരു സമയത്ത് ഈ പ്രൈമേറ്റ്സിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഈ ഒറാങ്ങുട്ടാൻ്റെയും അതിനു മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ സാധാരണ കുരങ്ങുകളുടെയും ഗിബ്ബൺസിൻ്റെയും ഒക്കെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ജീവിവർഗ്ഗങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരം ഒരു ഫോസിലിൻ്റെ പേരാണ് ശിവ പിത്തിക്കസ്.
ശിവാലിക് കുന്നുകളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു അവശിഷ്ടം ഫോസിൽ നമുക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ശിവാപിത്തിക്കസ്, ശിവൻ്റെ ആൾക്കുരങ്ങ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ ശിവാപിത്തിക്കസ് ശരിക്കും ഒറാങ്ങുട്ടാൻ്റെ മൃഗങ്ങളിൽ പൂർവ്വപിതാക്കന്മാരിൽ പെടുന്ന ഒരു ജീവിവർഗമാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത്. അങ്ങനെ 12 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒറാങ്ങുട്ടാൻ നമ്മുടെ ഈ ലൈനിൽ നിന്ന് ഹാപ്ലോറൈനി ലൈനിൽ നിന്നും വിട്ടുമാറി അവർ വേറെ വഴിക്ക് പോയി. അവർ വേറൊരു ജീവിവർഗമായിട്ട് അങ്ങ് മാറി. വീണ്ടും 9 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, 9 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഗൊറില്ലകൾ നമ്മുടെ ഈ ലൈനിൽ നിന്ന്, ഹാപ്ലോറൈനി ലൈനിൽ നിന്നും വിട്ട് മറ്റൊരു വിഭാഗമായിട്ട് മാറുന്നത്. വീണ്ടും 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് ഗൊറില്ലകൾ പോയിട്ട് വീണ്ടും 1 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞിട്ട് 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് അവസാന വിഭാഗമായിട്ടുള്ള ചിമ്പാൻസികൾ നമ്മുടെ ഈ ലൈനിൽ നിന്ന്, ഹാപ്ലോറൈനി ലൈനിൽ നിന്നും വിട്ടുമാറി മറ്റൊരു വിഭാഗമായിട്ട് മാറുന്നത്. ഈ പറഞ്ഞ ആ ഒരു സീക്വൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു സീക്വൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു എന്ന് പറയാൻ പറ്റുന്ന ജീവി എന്ന് പറയുന്നത് ചിമ്പാൻസിയാണ്. കാരണം നമ്മുടെ ഈ ലൈനിൽ നിന്ന്, പ്രൈമേറ്റ് ലൈനിൽ നിന്നും അവസാനമായിട്ട് അവർ വിട്ടുപിരിഞ്ഞു പോയത് 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അവസാനമായിട്ട് വിട്ടുപിരിഞ്ഞു പോയത് ഈ പറഞ്ഞ ചിമ്പാൻസി വർഗമാണ്. ചിമ്പാൻസി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളത് അതിനു മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ 9 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ ഗൊറില്ലകളാണ്. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അകന്നകന്ന് പോവുകയാണ്. പിന്നെ ഗൊറില്ലകൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ അകന്നാണ് നമ്മുടെ ഈ ഉറാങ്ങുട്ടാനും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ സീക്വൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് ഏറ്റവും അകന്നു മാറി നമ്മുടെ നാട്ടിലുള്ള ജീവി എന്ന് പറയുന്നത് കുട്ടിത്തേവാങ്കാണ്. കാരണം അവരാണ് ഈ ഒരു ലൈനിൽ നിന്ന് ആദ്യമേ വിട്ടുപിരിഞ്ഞ് പോയത്. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞ് അവസാനം 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയും എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഒരുമാതിരി ജീവികളെല്ലാം, പ്രൈമേറ്റ്സിൽ പെടുന്നവരെല്ലാം നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയി കഴിഞ്ഞു. അവസാനത്തെ ആളായിട്ടുള്ള ചിമ്പാൻസിയും പോയി കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താണ്? 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സ്വഭാവ വിശേഷങ്ങളും ചിമ്പാൻസികളുടെ രൂപഭാവങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കുറേ ജീവികൾ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നിരിക്കണം. അവരിൽ ഏതെങ്കിലും ഒരു ജീവിവർഗമായിരിക്കണം ചിമ്പാൻസികളായിട്ട് മാറിയത്. മറ്റൊരു ജീവിവർഗമായിരിക്കണം നമ്മൾ ഈ ഹോമോ അല്ലെങ്കിൽ ആ ഒരു ലൈനിലേക്ക് വന്ന് മാറിയത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് കൂട്ടർക്കും കോമൺ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പൂർവ്വ പിതാക്കന്മാരായിട്ടുണ്ടായിരുന്ന ജീവിവർഗങ്ങൾ 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അവരുടെ സന്തതി പരമ്പരകളാണ് രണ്ടായിട്ട് പിരിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചിമ്പുകളും നമ്മളും ഒക്കെ ആയിട്ട് മാറിയത്. പക്ഷേ ഈ 8 മില്യൺ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലൈനിൽ ഉണ്ടായിരുന്ന ജീവികൾ അവരാരാണ്? ചിമ്പുകൾ വിട്ടുപോയി. ചിമ്പുകളുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ നമ്മൾ പല ഫോസിൽസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലൈനിൽ കുറച്ച് ആളുകളെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ താല്പര്യം നമുക്ക് മുമ്പ് ആരായിരുന്നു എന്നറിയുവാനാണ്. ഓക്കെ, 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളിലേക്കുള്ള ശരിക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം എപ്പോഴാണ് ഇത് തുടങ്ങിയത്. മാമൽസ് എന്നാണോ ഉണ്ടായത് അന്ന് മുതൽ. ഈ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മാമൽസ് ഉണ്ട്. ആ ഒരു സമയത്ത് തൊട്ട് നമ്മുടെ ലൈൻ തുടങ്ങിയതാണ്. അതിനുശേഷം പ്രൈമേറ്റ്സ് ഉണ്ടായി. പ്രൈമേറ്റ്സ് രണ്ടായിട്ട് മാറി. കുട്ടിദേവാങ്ക് ഉൾപ്പെടെയുള്ളവർ വേറെ വേറെ വഴിയെ പോയി. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിയെ തിരിഞ്ഞ് ഇപ്പോൾ 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചിമ്പുകളും നമ്മെ വിട്ടു പോയിരിക്കുകയാണ്. ഇനി നമ്മുടെ ലൈനിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? ഇതാണ് നമ്മളെപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ ഒരു ശ്രേണി പറഞ്ഞു നിർത്തിയത് 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മെ പോലെ വേറെ ചില മനുഷ്യ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നിയാൻഡർതാൽസ്, നമ്മൾ അവരെക്കുറിച്ചിട്ട് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോമോ ഇറക്ടസ്, അങ്ങനെ കുറച്ച് മനുഷ്യ സദൃശ്യമായിട്ടുള്ള നമ്മുടെ ജനസിൽ പെടുന്ന കുറേയേറെ മനുഷ്യ വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ നമുക്കറിയാവുന്നതിൽ ഏറ്റവും പഴക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ഈ ഹോമോ ഇറക്ടസിൻ്റെ ഫോസിലുകൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഇവർ ഈ ഭൂമിയിൽ കാണപ്പെടാൻ തുടങ്ങിയത് ഏതാണ്ട് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ഹോമോ ഇറക്ടസിൻ്റെ ആദ്യകാല ജീവികളുടെ ഫോസിലുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞത് ഓർക്കുക, ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നത് 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ ഹോമോ ഇറക്ടസ് ആദ്യമായിട്ട് നമുക്ക് ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ളതാണ്. അപ്പോൾ 8 മില്യൺ വർഷങ്ങൾ, പിന്നെ 2 മില്യൺ വർഷങ്ങൾ, അതായത് ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്ന 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഹോമോ ഇറക്ടസ് ഉണ്ടായത് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി 2 മില്യൺ വർഷങ്ങൾ വരെയും അവസാനിക്കുന്ന ആ ഒരു 6 മില്യൺ വർഷങ്ങളുടെ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചിമ്പുകളുടെ പൂർവ്വപിതാക്കന്മാർ, നമ്മുടെയും ചിമ്പുകളുടെയൊക്കെ കോമൺ പൂർവ്വപിതാക്കന്മാരായിട്ടുണ്ടായിരുന്ന ജീവിവർഗത്തിൽ നിന്നും
ശരിക്കും ഒരു ഹോമോ ആയി മാറുന്ന ആ ഒരു കാലഘട്ടം ഈ പറയുന്ന 6 മില്യൺ വർഷങ്ങളാണ്. ചുരുക്കത്തിൽ ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്ന 8 മില്യൺ വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഹോമോ ഇറക്റ്റക്സ് ഉദയം ചെയ്ത 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു 6 മില്യൺ വർഷങ്ങളിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും ആ ജീവിവർഗങ്ങൾ സാവധാനം പരിണമിച്ച് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ജീവിയായിട്ട് മാറിയിട്ടുണ്ടാവുക? ആ ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഹോമോ ഇറക്റ്റക്സ് ഉണ്ടായെങ്കിലും നമ്മൾ ആധുനിക മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് ഉദയം ചെയ്തത് 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പക്ഷേ നമ്മുടെ ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത് ഈ പറയുന്ന ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നതിന് ശേഷമുള്ള 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ നിങ്ങളെ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 2 ജീവികൾ, പ്രൈമേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന 2 ജീവികളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ കാണിക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ 30-55 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ജീവികളാണ്. ആ ജീവികളൊക്കെ പൂർണ്ണമായിട്ടും മരത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന ജീവികളാണ്. വല്ലപ്പോഴൊക്കെ വേണമെങ്കിൽ നിലത്തിറങ്ങിയിട്ടുണ്ടാവാം, പക്ഷേ കൂടുതലും മരത്തിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്ന ജീവികളാണ്. ഈ പ്രൈമേറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾ എപ്പോഴായിരിക്കണം താഴേക്ക് നിലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവുക? അവർ ചിന്തിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ വികസിക്കുവാനും അവർ മാംസം ഭക്ഷിക്കുവാനും തുടങ്ങിയത് എപ്പോഴാണ്? നമ്മൾ ഇപ്പോൾ പറഞ്ഞ ചിമ്പാൻസി സ്പ്ലിറ്റ്, നമ്മളെ പൂർവ്വപിതാക്കന്മാരും ചിമ്പാൻസികളും തമ്മിൽ 2 വർഗമായിട്ട് മാറിയ ആ ഒരു സ്പ്ലിറ്റ് നടന്നത് എവിടെ വെച്ചാണ്? ഏഷ്യയിൽ വെച്ചാണോ? യൂറോപ്പിൽ വെച്ചാണോ? ആഫ്രിക്കയിൽ വെച്ചാണോ? 1920-കൾക്ക് മുമ്പ് സയന്റിസ്റ്റുകളുടെയും ആളുകളുടെയും പ്രധാന ചോദ്യം ഇതായിരുന്നു. ആഫ്രിക്കയിൽ വെച്ച് ചിമ്പുകളെയും ഗൊറില്ലകളെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ചാൾസ് ഡാർവിന് ഇക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ ചിമ്പുകളും ഗൊറില്ലകളും ഒക്കെ നമ്മുടെ ലൈനിൽ വരുന്ന, പണ്ടെങ്ങോ നമ്മുടെ ലൈനിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തു പോയ ജീവിവർഗങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് പറഞ്ഞ ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നത് ആഫ്രിക്കയിൽ വെച്ച് തന്നെയാണ്. അതിനുശേഷം സാവധാനം പരിണമിച്ച് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഹോമോ ഇറക്റ്റക്സ് ആയി മാറിയത് എന്നാണ് ഡാർവിൻ ആദ്യമേ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡാർവിൻ്റെ വലിയ സപ്പോർട്ടറായിട്ടുണ്ടായിരുന്ന ഹക്സ്ലിയും ഇതുതന്നെയാണ് പറഞ്ഞു വെച്ചത്. ഈ സ്പ്ലിറ്റ് നടന്നതും മനുഷ്യനുണ്ടായതും ആഫ്രിക്കയിൽ വെച്ചാണ്. പക്ഷേ പിന്നീടുണ്ടായ വർഷങ്ങളിൽ ബാക്കിയുള്ള ആളുകളൊന്നും ഈ പറഞ്ഞ കാര്യം സമ്മതിച്ചില്ല. ഇത് ആഫ്രിക്കയിൽ വെച്ചാണ് എന്നുള്ള കാര്യം സമ്മതിച്ചില്ല. കാരണം ആ സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് ഫോസിലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അധികം. ആ സമയത്ത് ഫോസിലുകൾ കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത് ഏഷ്യൻ ഭാഗങ്ങളിൽ നിന്നും യൂറോപ്യൻ ഭാഗങ്ങളിൽ നിന്നുമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ നിയാൻഡർതാൽസിൻ്റെയും ഹോമോ ഇറക്റ്റക്സിൻ്റെയും ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന പല ടൈപ്പ് ജീവികളുടെ ഫോസിലുകൾ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കാൻ തുടങ്ങിയതോടെ ആ സമയത്തെ ആളുകൾ കരുതിയിരുന്നത് ഈ ഒരു ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ ആ ഒരു ഹോമോ ലൈനിലേക്ക് വരുന്ന ആ ഒരു സ്പ്ലിറ്റ്, പ്രൈമേറ്റിൽ നിന്ന് ഒരു പ്രത്യേക വിഭാഗമായിട്ട് മാറിയ ആ ഒരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ടാവുക ഒന്നുകിൽ ഏഷ്യയിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ. പ്രത്യേകിച്ച് ആ സമയത്ത് ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റുകൾക്ക് ഇത് യൂറോപ്പിൽ തന്നെയാണ് നടന്നത്, ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു തലപ്പത്തിരിക്കുന്നത്, ഇവിടെ നിന്നാണ് സ്പ്ലിറ്റ് നടന്നത്, എല്ലാം അവിടെയാണ് നടന്നത് എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോഴും ആർക്കും ഒരു കാര്യവും ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഈ സ്പ്ലിറ്റ് നടന്നത് ഏതാണ്ട് ഒരു 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് ഇപ്പോൾ നമുക്ക് ഏകദേശം അറിയാം. ഈ 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ പറയുന്ന ഹോമോ ഇറക്റ്റസ് ഉണ്ടായ 2 മില്യൺ വർഷങ്ങൾ, ഇത് ഈ ഗ്യാപ്പിനിടയ്ക്കുള്ള കുറച്ച് ജീവികളുടെ ഫോസിൽസ് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഈ ഒരു പരിണാമം എങ്ങനെയാണ് നടന്നത്, ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നടന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഈ 8 മില്യൺ വർഷങ്ങൾ തൊട്ട് 2 മില്യൺ വർഷങ്ങൾക്കിടയിലുള്ള ആ ഒരു സമയത്തെ ഈ ഏതാണ്ട് ഒരു ചിമ്പുകളുടെ രൂപവും മനുഷ്യൻ്റെ രൂപഭാവവും ഒക്കെ ഉള്ള നിവർന്നു നടക്കുന്ന കുറച്ച് ജീവികളുടെ ഫോസിൽസ് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെയായിരിക്കണം ഈ ഒരു പരിണാമം, ഈ ഒരു സ്പ്ലിറ്റ് നടന്നിട്ടുണ്ടാവുക. പക്ഷേ 1920-കൾക്ക് മുമ്പ് അങ്ങനെയുള്ള ഫോസിൽസ് ഒരു സ്ഥലത്തു നിന്നും അധികമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമുക്കിത് കാര്യമായിട്ട് ഉറപ്പിച്ച് പറയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു ചിന്താഗതികൾ, വാദഗതികൾ, തർക്കങ്ങൾ ഇതെല്ലാം 1924 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുവരെയും അതിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. 1924 ഇതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഒരാൾ മുന്നോട്ടേക്ക് വന്നു, റെയ്മണ്ട് ഡാർട്ട്. ഇദ്ദേഹം ഓസ്ട്രേലിയക്കാരനാണ്, പക്ഷേ വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ആഫ്രിക്കയിലാണ്. ഈ റെയ്മണ്ട് ഡാർട്ടിൻ്റെ മുന്നിൽ 1924 2 വലിയ പെട്ടികൾ നിറച്ച് ഫോസിൽസ്, എല്ലുകൾ ഇദ്ദേഹത്തിന് 2 സുഹൃത്തുക്കൾ കൊടുത്തയച്ചു. ദക്ഷിണാഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ടോങ് എന്നറിയപ്പെടുന്ന ഒരു പ്രവിശ്യ, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഖനി തൊഴിലാളികൾ അവരേതോ ഒരു ഗുഹയോ കാര്യങ്ങളൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറേയേറെ ചിന്നിച്ചിതറിയ കുറച്ച് അസ്ഥികൾ അവർക്ക് കിട്ടി. ഇത് ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈ പുരാവസ്തു ഗവേഷകർക്ക്, പാലിയോ ആന്ത്രോപോളജിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാശ് കിട്ടും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരതെല്ലാം ഭദ്രമായിട്ട് പാക്ക് ചെയ്തിട്ട്
ഈ റെയ്മണ്ട് ഡാർട്ടിന്റെ 2 സുഹൃത്തുക്കളെയാണ് ഏൽപ്പിച്ചത്. ഈ 2 സുഹൃത്തുക്കൾ എന്ത് ചെയ്തു? ഇത് ഇദ്ദേഹത്തിന് കൊറിയർ ചെയ്തു ഈ റെയ്മണ്ട് ഡാർട്ടിന്. ഈ റെയ്മണ്ട് ഡാർട്ടിന് കിട്ടിയ 2 പെട്ടികളിൽ ഒന്നില് ഒരു ബബൂണ് അല്ലെങ്കിൽ ഗൊറില്ല അല്ലെങ്കിൽ ഒരു ചിമ്പാൻസി ഇതിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ചെറിയൊരു ഫോസിൽ ഭാഗങ്ങൾ, ഒരു ജീവിയുടെ എന്ന് തോന്നുന്ന രീതിയിലുള്ള പല ഭാഗങ്ങൾ ഈ 2 പെട്ടികളിൽ ഒന്നിലുണ്ടായിരുന്നു. ഇദ്ദേഹം ശ്രദ്ധാപൂർവം ഈ ഒരു ഫോസിൽസ് എല്ലാം മാറ്റിയെടുത്തിട്ട് ഈ ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യോജിപ്പിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു കുട്ടി ഗൊറില്ല, ഒരു കുട്ടി ചിമ്പാൻസി, ഒരു കുട്ടി ബബൂൺ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു അസ്ഥികൂടമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷേ ഇത് വിശദമായിട്ട് പരിശോധിച്ച റെയ്മണ്ട് ഡാർട്ടിന് ഒരു കാര്യം മനസ്സിലായി. ഇത് ചിമ്പുമല്ല, ഗൊറില്ലയുമല്ല, ബബൂണുമല്ല. ചരിത്രം മാറ്റി എഴുതാൻ പ്രാപ്തിയുള്ള ഒരു ഫോസിലാണ് തൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. എന്നാൽ ആ കുട്ടി ചിമ്പാൻസിയുടെ ആ ഒരു അസ്ഥികൂടത്തിന് പല പ്രത്യേകതകളുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ, ചില ഭാഗങ്ങളിൽ അതിന് ചിമ്പുകളുടെ സവിശേഷതകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയ റെയ്മണ്ട് ഡാർട്ടിന് മനസ്സിലായി ഇതിന് ചിമ്പുകളുടെ മാത്രമല്ല, നാം ഉൾപ്പെടുന്ന ഹോമോ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളുടെ ചില പ്രത്യേകതകളും ഈ പറയുന്ന ആ ഒരു 3 വയസ്സുള്ള കുട്ടി ചിമ്പിന്റെ അസ്ഥികൂടത്തിന് ഉണ്ട്. ആ ഫോസിലിൽ തലയോട്ടയുടെ പുറകിൽ സ്പൈനൽ കോഡിലേക്ക് തുളച്ചു കയറുന്ന ആ ഒരു ദ്വാരം, ആ ഒരു ദ്വാരത്തിന്റെ ഘടന വലിപ്പം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് 2 കാലിൽ നിവർന്നു നടക്കുന്ന ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അതിന് ശേഷിയുള്ള ഒരു ജീവിയാണ്. ചിമ്പാൻസികളുടെയും നാം ഉൾപ്പെടുന്ന ഹോമോജനസിൽപ്പെടുന്ന ആളുകളുടെയും ആ ഒരു ജീവികളുടെയും സ്വഭാവ സവിശേഷതകൾ ഒരൊറ്റ ജീവിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നതിന് ശേഷം 8 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഹോമോ ഇറക്ടസ് ഉണ്ടാകുന്നതിന് മുമ്പ് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് 8നും 2നും ഇടയ്ക്ക് ഉള്ള ഏതോ ഒരു ജീവിയുടെ ഫോസിലാണ് ഈ തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് റെയ്മണ്ട് ഡാർട്ടിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഡാർട്ട് ആ ഒരു ഫോസിലിന് ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് എന്നാണ് പേരിട്ടത്. ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറഞ്ഞാൽ ദക്ഷിണദേശത്തുള്ള മനുഷ്യൻ, തെക്കുള്ള മനുഷ്യൻ. ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തുള്ള മനുഷ്യൻ എന്നാണ് അർത്ഥം. കാരണം ഈ പറയുന്ന ടോങ് പ്രവിശ്യ ദക്ഷിണാഫ്രിക്കയിലാണ്, അത് ഈ ആഫ്രിക്കയുടെ ഏറ്റവും തെക്ക് ഭാഗത്താണ്. അങ്ങനെയാണ് ആ ഒരു ഫോസിലിന് റെയ്മണ്ട് ഡാർട്ട് ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് എന്ന് പേരിട്ടത്. പിന്നീട് നടന്ന കാര്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനകളിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. 2.8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന ആ ഒരു കുട്ടി, ആസ്ട്രലോപിത്തിക്കസ് കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞത് ശരിയല്ലേ? 8 മില്യൺ വർഷങ്ങൾക്ക് ശേഷം 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു സമയത്താണ് ആസ്ട്രലോപിത്തിക്കസ് വർഗ്ഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ തെളിവാണ് നമുക്ക് കിട്ടിയത്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഏഷ്യയിൽ നിന്നല്ല, യൂറോപ്പിൽ നിന്നല്ല, മറിച്ച് ആഫ്രിക്കയിൽ നിന്നാണ്. അതുവരെയും ആളുകൾ കരുതിക്കൊണ്ടിരുന്ന ആ ഒരു ചിന്താഗതിയെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു ഈ ഒരു അസ്ഥികൂടം ഫോസിൽ കിട്ടിയത്. ടോങ് പ്രവിശ്യയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് ഇതിനെ ടോങ് ചൈൽഡ് എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത്. ഈ ടോങ് ചൈൽഡ് ശരിക്കും ഒരു ആസ്ട്രലോപിത്തിക്കസിന്റെ അവശിഷ്ടമാണ്. എന്നാൽ 1940-50 ആ ഒരു കാലഘട്ടമായതോടെ കൂടുതൽ ആസ്ട്രലോപിത്തിക്കസുകളുടെ ഫോസിലുകൾ ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടുവാനിട തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മുമ്പ് എതിർത്തുകൊണ്ടിരുന്ന സയൻറ്റിസ്റ്റുകളെല്ലാം പോയി അത് പരിശോധിക്കുകയും ഡാർട്ട് പറഞ്ഞ ആസ്ട്രലോപിത്തിക്കസുകളതിന് സമാനമായിട്ടുള്ള ഫോസിലുകളാണ് തങ്ങളിവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തതോടെ ഈ എതിർപ്പുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അടങ്ങി വന്നു. സയൻറ്റിസ്റ്റുകൾ അവസാനം അംഗീകരിച്ചു ഈ പറഞ്ഞ ചിമ്പാൻസി സ്പ്ലിറ്റും അതിനുശേഷമുള്ള ഈ ഒരു പരിണാമവും കാര്യങ്ങളൊക്കെ ആഫ്രിക്കയിൽ വെച്ചാണ് നടക്കാനായിട്ട് സാധ്യത. കാരണം മനുഷ്യൻ്റെയും ചിമ്പുകളുടെയും സ്വഭാവ ഗുണങ്ങളുള്ള ഇതിനിടയിൽ വരുന്ന ആ ഒരു ജീവി നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കയിൽ നിന്നാണ്. പക്ഷേ എതിർപ്പുകളും ആ സമയത്ത് കൂടുതൽ എതിർപ്പുകളൊന്നും ഉണ്ടായില്ലെങ്കിലും എതിർപ്പുകൾ ആ ഒരു സമയത്തും നിലവിലുണ്ടായിരുന്നു. അതിന് പ്രധാന കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പുതിയ തിയറിയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഡാർട്ട് മുന്നിലേക്ക് വന്നു. കില്ലർ എയ്പ്പ് തിയറി. ഡാർട്ട് ചിന്തിച്ചത് മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഫോസിൽ കിട്ടി, ഓക്കെ, പരിണാമം ഈ പറഞ്ഞ രീതിയിലൊക്കെ നടന്നിട്ടുണ്ടാവണം എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ചിമ്പാൻസികളുടെ ആ ഒരു ലൈൻ മറ്റൊരു വഴിക്ക് പോവുകയും നമ്മുടെ ലൈൻ ഈ ഒരു രീതിയിലേക്ക് വരികയും നമുക്ക് ഇങ്ങനെ ബുദ്ധി ഉണ്ടാവുകയും നമ്മൾ നിവർന്ന് 2 കാലുകളിൽ നടക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്? ഇതൊക്കെയായിരുന്നു ഈ റെയ്മണ്ട് ഡാർട്ടിൻ്റെ ചിന്ത. ഇതിങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് കിട്ടിയ ഫോസിലുകൾ ഇദ്ദേഹം ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ഫോസിലുകൾ അതിൻ്റെ ചില എല്ലുകളൊക്കെ പ്രത്യേക രീതിയിലൊക്കെ ഇരിക്കുന്നതായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. ഇത് മറ്റു ചില ജീവികളുടെ എല്ലുകൾ കൂടിയിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫോസിലുകളുടെ കൂട്ടത്തിൽ മറ്റു പല ആ കാലഘട്ടങ്ങളിലെ മറ്റു പല ജീവികളുടെ എല്ലുകളും ഉണ്ടായിരുന്നു. ആ എല്ലുകളൊക്കെ പ്രത്യേക രീതിയിലൊക്കെ തല്ലിപ്പൊട്ടിച്ചിരിക്കുന്ന രീതിയിലൊക്കെ ഇദ്ദേഹത്തിന് തോന്നി. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം കയ്യിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീളമുള്ള ആ ഒരു എല്ലുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ ആയുധമായിട്ട് ഇവർ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം റെയ്മണ്ട് ഡാർട്ടിന് തോന്നി. ഈ ആസ്ട്രലോപിത്തിക്കസുകൾ അവരുടെ തന്നെ ആളുകൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥികൾ
മറ്റ് ജീവികൾ മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അസ്ഥികൾ, ഇതൊക്കെ കൂർപ്പിച്ചെടുത്തിട്ട് മറ്റുള്ള ജീവികളെ ആക്രമിക്കാനും ഇര തേടുവാനും വേണ്ടിയിട്ടുമൊക്കെ ഇവർ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് റെയ്മണ്ട് ഡാർട്ട് എത്തിയത്. അദ്ദേഹം പറയുന്നത് ഈ ഒരു കാര്യമാണ്, ഈ ഒരു ആക്രമണ സ്വഭാവമാണ് ഈ ഒരു ഹോമോ സ്പീഷ്യസിലേക്ക് ഈ ഒരു പരിണാമം കൊണ്ടെത്തിക്കാനായിട്ട് കാരണമായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കില്ലർ ഏപ്പ് തിയറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈമേറ്റ്സിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ആ പ്രൈമേറ്റ് വിഭാഗങ്ങളെല്ലാം മരത്തിലാണ് കഴിഞ്ഞുകൂടിയിരുന്നത്, സസ്യാഹാരികളായിരുന്നു. ഇവർക്ക് ഇതിലേതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ആക്രമണ സ്വഭാവം കൂടുതലായിട്ടുണ്ടാവാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ ഒരു സ്ഥലങ്ങളിൽ ഭക്ഷണ ലഭ്യത കുറവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും മറ്റുള്ള ജീവികളിൽ നിന്ന് തട്ടിയെടുക്കേണ്ട ആവശ്യം ഇവർക്ക് വന്നു. മറ്റുള്ള ജീവികളെ ആക്രമിക്കേണ്ട ആവശ്യം വന്നു കഴിയുമ്പോഴേക്കും മരങ്ങളിലുണ്ടായിരുന്ന ഈ ഒരു ചിമ്പിന് സമാനമായിട്ടുള്ള നമ്മുടെ പൂർവികർക്ക് മരങ്ങളിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം മുൻകൈകൾ അവർക്ക് ഫ്രീ ആക്കേണ്ടി വന്നു. ആ മുൻകൈകൾ വെച്ചിട്ടാണല്ലോ ഇവർക്ക് ഈ ഭക്ഷണം തട്ടിയെടുക്കേണ്ടതും ആക്രമിക്കേണ്ടതും ഒക്കെ. അങ്ങനെ മുൻകൈകൾ ഫ്രീ ആക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവർ മരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും ആദ്യ കാലഘട്ടങ്ങളിൽ ഇവർ ഈ ആക്രമിക്കാതെ മറ്റുള്ള മൃഗങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന മറ്റുള്ള മാംസാഹാരികളായിട്ടുള്ള മൃഗങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന മാംസങ്ങൾ ഇവർ തട്ടിയെടുക്കുകയും അത് ഭക്ഷിച്ച് ഇവർ മാംസാഹാരം പതുക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടാവണം. ആ ഒരു സമയത്താണ് ഇവർ രണ്ട് കാലുകളിൽ നിവർന്നു നിൽക്കാനായിട്ട് പരിശീലിച്ചത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ രണ്ട് കൈകൾ ഫ്രീ ആക്കിയിട്ട് ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിനെ ഗാദറിങ് ഹൈപ്പോസിസിസ് എന്നുമൊക്കെ വിളിക്കും. കാരണം പക്ഷികളുടെ മുട്ടകൾ, ബാക്കിയുള്ള പഴങ്ങൾ, ഈ പറയുന്ന മറ്റ് മൃഗങ്ങൾ ചത്തുപോയതിൻ്റെ ഈ പറയുന്ന മാംസങ്ങൾ, ഇതെല്ലാം ഇവർ കളക്ട് ചെയ്തിട്ട് ഇവർ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഗാദറിങ് ഹൈപ്പോസിസിസ് എന്ന് വിളിക്കുന്നത്. ഈ ഗാദറിങ് ഹൈപ്പോസിസ് കൊണ്ട് ഇവർക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ കാണത്തില്ല. കൂടുതൽ മെമ്പേഴ്സ് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു കൂടിയതോടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു ആവശ്യത കൂടുകയും ഇവർ ഹണ്ടിങ്ങിലേക്ക് മാറുകയും ചെയ്തു. അതുമാത്രമല്ല, ഇവർ കാടുകളുടെ ഭാഗത്ത് നിന്ന് പുൽമൈതാനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇവർക്ക് കൂടുതൽ നിവർന്നു നിൽക്കുകയും ഓടേണ്ട ആവശ്യമൊന്നും, കാരണം വേട്ടയാടണമെങ്കിൽ വേഗതയുള്ള മൃഗങ്ങളെ ഇവർക്ക് ആക്രമിക്കണം, പിടികൂടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ട് കാലം നിവർന്നു നിൽക്കണം, ഓടുകയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഒരു ഡയറ്റിൽ, ഇവരുടെ ആഹാരക്രമത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായത് എന്നാണ് റെയ്മണ്ട് ഡാർട്ട് പറയുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ ഒരു അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികൂടവും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ ഹോമോ ഇറക്റ്റക്സിൻ്റെ, നമ്മുടെ ആദ്യകാലത്തെ ആൾക്കാരായിട്ടുള്ള ഹോമോ ഇറക്റ്റക്സിൻ്റെ അസ്ഥികൂടം ഒരു സ്ഥലത്ത് വെച്ചിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന ഏപ്പിന് സമാനമായിട്ടുള്ള ജീവികളുടെ, ആസ്ട്രോപിത്തിക്കസ് പോലുള്ള ജീവികളുടെ ആ ഒരു അസ്ഥികൂടം നമ്മൾ ഇടത്തും വലത്തുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഉദരഭാഗത്ത് ഈ ആസ്ട്രോപിത്തിക്കസുകൾക്ക്, നമുക്ക് മുമ്പുണ്ടായിരുന്ന ജീവികൾക്ക് ആ ഉദരഭാഗത്ത് വലിപ്പം കൂടുതലാണ്. കാരണം മറ്റൊന്നുമല്ല, അവർ സസ്യാഹാരികളാണ്. സസ്യാഹാരം കൂടുതൽ കഴിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് വിഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ എനർജി, കൂടുതൽ സ്ഥലം, നീളമുള്ള വൻകുടൽ ആവശ്യമാണ്. അത്രയും വലിപ്പമുള്ള വൻകുടൽ ശരീരത്തിനകത്ത് സംഭരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വലിപ്പം കൂടുതൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പഴയ ഏപ്പുകളുടെ ഫോട്ടോസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഏപ്പുകളുടെയൊക്കെ ഫോട്ടോസ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഉദരഭാഗം താഴെയുള്ള ഭാഗം ഇരിക്കുന്ന പോലെയല്ല അവരുടെ ഇരിക്കുന്നത്. കാരണം അവർ കൂടുതലും സസ്യാഹാരം തന്നെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ കഴിക്കുകയും ദഹിപ്പിക്കാനായിട്ട് കൂടുതൽ സമയവും ആവശ്യമാണ്, സ്ഥലവും ആവശ്യമാണ്. അതുകൊണ്ടാണ് അവരുടെ വയറുഭാഗം അങ്ങനെ ഇരിക്കുന്നത്. വലിയ വൻകുടൽ അവർക്ക് ആവശ്യമാണ്. റെയ്മണ്ട് ഡാർട്ട് പറയുന്നത് ഇവരുടെ ഈ ഡയറ്റ്, നമ്മുടെ പൂർവ്വ ജീവികളായിട്ടുള്ള അവരുടെ ഡയറ്റ് മാറാൻ തുടങ്ങി. ഇവർ രണ്ട് കാലിൽ നിവർന്ന് ഓടാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ആകാരഭാവം, ഈ വയറിൻ്റെ ഭാവമൊക്കെ ഒതുങ്ങി നമ്മൾ ഈ പറയുന്ന ഹോമോയിലേക്ക് ഇവർ സാവധാനം പരിണമിച്ച് വരാനായിട്ട് തുടങ്ങി. ഡാർട്ട് പറയുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഇവർ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങിയതാണ്. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങാനും ബാക്കിയുള്ള ആളുകളെ ആക്രമിക്കാനുള്ള കാരണം ഇവരുടെ ആ ഒരു ജീനിൽ ഉണ്ടായിരുന്ന ആക്രമണ സ്വഭാവമാണ്. അതുകൊണ്ടാണ് രണ്ട് കാലയിലും പിന്നീട് ഈ പറയുന്ന ഹോമോയിലേക്കും നമ്മുടെ സ്പീഷീസ് ഈ പെട്ടെന്ന് വികസിച്ച് വന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ഒരു കില്ലർ ഏപ്പ് തിയറിക്കകത്ത് മുമ്പ് പറഞ്ഞ ഗാദറിങ് ഹൈപ്പോസിസ് ഉണ്ട്, അതുപോലെ തന്നെ ഹണ്ടിങ് ഹൈപ്പോസിസ് ഉണ്ട്. മനുഷ്യൻ വേട്ടയാടി ജീവിക്കാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണെന്നുള്ളത്, അതിനെയാണ് ഹണ്ടിങ് ഹൈപ്പോസിസ് എന്ന് വിളിക്കുന്നത്. കളക്ട് ചെയ്തിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവച്ച ആ ഒരു ഭാഗം പറഞ്ഞല്ലോ, അതാണ് ഗാദറിങ് ഹൈപ്പോസിസ്. ഇങ്ങനെ ഒരു 3 ഹൈപ്പോസിസുകളാണ് നിരത്തി ഇങ്ങനെ വരുന്നത്. ഇതൊരു ഗാദറിങ് ഹൈപ്പോസിസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഹണ്ടിങ് ഹൈപ്പോസിസ് അതൊക്കെ പ്രൂവൺ ആണ്, അതും അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. പക്ഷേ ഈ കില്ലർ ഏപ്പ് ഹൈപ്പോസിസ്, അല്ലെങ്കിൽ ഇദ്ദേഹം തിയറി എന്ന് വിളിക്കുന്ന ആ ഒരു തിയറി ആളുകൾ നിരാകരിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന കാരണം സിൻഡറല്ല എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമാണ്. രണ്ടാനച്ഛന്മാർ, രണ്ടാനമ്മമാർ കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണ് ഈ സിൻഡറല്ല എഫക്റ്റ് എന്നറിയപ്പെടുന്നത്. ഇത് പക്ഷേ മനുഷ്യന് മാത്രമല്ലല്ലോ ഉള്ളത്. സിംഹങ്ങളും കടുവകളും ഇതേ എഫക്റ്റിന് അടിമകളാണ്. ഇവർ ചെയ്യുന്നുണ്ട്. കാരണം
ഇപ്പോൾ ഒരു പെൺകടുവയുമായിട്ട് മേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ആൺകടുവ ആ പെൺകടുവയ്ക്ക് അല്ലെങ്കിൽ ആ പെൺ സിംഹത്തിന് നേരത്തെ കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ അതിനെ വകവരുത്തിയ ശേഷമാണ് മേറ്റ് ചെയ്യുക. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. സിൻഡർല എഫക്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത് നമുക്ക് മാത്രമല്ല, അവർക്കും ഉണ്ട്, അവരും ഇത് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ക്രൂരത എന്ന് പറയുന്നത് നമ്മുടെ മാത്രം കുത്തകയല്ല, മറ്റുള്ള മൃഗങ്ങൾക്കും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ബുദ്ധിയുള്ള ഒരു ഹോമോസാപ്പിയനായിട്ട് വളർന്നു വന്നതിൻ്റെ പിറകിൽ ആക്കണം എന്ന് പറഞ്ഞൊരു സാധനം ഒരു ഘടകമല്ല എന്നാണ് ഇപ്പോഴുള്ള സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. അതുമാത്രമല്ല, കൂട്ടം കൂടിയിട്ട് തൻ്റെ തന്നെ വർഗത്തിലുള്ള ആളുകളെ വകവരുത്തുന്ന പണി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, സിംഹങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചിമ്പുകൾ ചെയ്യാറുണ്ട്. നമ്മളിൽ നിന്ന് ഈ പറയുന്ന 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സ്പ്ലിറ്റ് ചെയ്തു പോയ അവരും ചെയ്യുന്നുണ്ടത്. ഗോംബെ ചിമ്പാൻസി വാർ എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ചിമ്പാൻസി ഗ്രൂപ്പുകൾ തമ്മിൽ 4 കൊല്ലത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതുകയും ബാക്കിയുള്ള ചിമ്പാൻസികളെ വകവരുത്തുകയും ചെയ്ത ഒരു സംഭവമാണ്, നടന്ന കാര്യമാണ്. അതുകൊണ്ട് അവർക്കുമുണ്ട് ഈ ഒരു സ്വഭാവം. ഈ ആക്രമണ സ്വഭാവമാണ് ബുദ്ധിയുള്ളൊരു ഒരു സ്പീഷീസ് ഉണ്ടാകാനായിട്ട് കാരണമെങ്കിൽ ഇവരും ബുദ്ധിയുള്ള സ്പീഷീസായി മാറേണ്ടതാണ്. അത് സംഭവിച്ചില്ലല്ലോ. അപ്പം അതിൻ്റെ അർത്ഥം ഈ കില്ലർ ഏപ്പ് തിയറി തെറ്റാണ് എന്നാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള സയൻറ്റിസ്റ്റുകൾ ഇതിനോട് വലിയൊരു ചായൊന്നും കാണിക്കുന്നില്ല. പക്ഷേ റെയ്മണ്ട് ഡാർട്ടിൻ്റെ കില്ലർ ഏപ്പ് തിയറിയൊക്കെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസ് ഒരു സത്യം തന്നെയാണ്. അത് നമ്മുടെ മുമ്പിൽ ഒരു സത്യമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ആഫ്രിക്കയിൽ നിന്ന് മുമ്പ് പറഞ്ഞതുപോലെ പല ഫോസിലുകൾ പിന്നീട് 1950-40 കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് കിട്ടിയതാണ്, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആസ്ട്രലോപിത്തിക്കസുകളുടെ. ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടിയ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആസ്ട്രലോപിത്തിക്കസുകൾ ആദ്യമായിട്ട് ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത് 5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതാണ്ട് ഒരു 2 മില്യൺ വർഷങ്ങൾ വരെയും ഈ ആസ്ട്രലോപിത്തിക്കസുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതായത് 8 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നതിന് ശേഷം ഒരു 3 മില്യൺ വർഷങ്ങൾ കൂടി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആസ്ട്രലോപിത്തിക്കസുകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ആസ്ട്രലോപിത്തിക്കസുകൾ പ്രത്യക്ഷപ്പെട്ട 5 മില്യൺ വർഷങ്ങൾ, അതിന് മുമ്പ് ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്ന 8 മില്യൺ വർഷങ്ങൾ, ഈ 8നും 5നും ഇടയ്ക്കുള്ള 3 മില്യൺ വർഷങ്ങളിൽ വേറെ ജീവികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിമ്പാൻസി സ്പ്ലിറ്റിന് ശേഷമാണ് ആ ജീവികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ജീവികൾക്ക് ചിമ്പുകളോട് രൂപസാദൃശ്യം കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട്. അത്തരം ജീവികളെ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് പിന്നീട് ഗവേഷകർ ശ്രമിച്ചത്. നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു ജീവിയെ കിട്ടിയിട്ടുണ്ട്. ആർഡിപിത്തിക്കസ് എന്നാണ് ആ ഒരു ജീവിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിമ്പാൻസി സ്പ്ലിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഈ ആർഡിപിത്തിക്കസുകൾ, 5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ആർഡിപിത്തിക്കസുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആർഡിപിത്തിക്കസുകൾക്ക് കൂടുതൽ സാമ്യമുള്ളത് ഈ പറയുന്ന ചിമ്പുകളോടാണ്. അല്ലെങ്കിൽ ചിമ്പുകളുടെയും നമ്മുടെയും പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ആ ഒരു ജീവി വർഗത്തോടാണ് ഇതുങ്ങൾക്ക് കൂടുതൽ സാമ്യം ഉള്ളത്. ആർഡിപിത്തിക്കസുകൾക്ക് താഴേക്ക് വരുമ്പോൾ ആസ്ട്രോപിത്തിക്കസുകൾ വരുമ്പം സാമ്യം കുറഞ്ഞു വരും, കൂടുതൽ ഹോമോ ആയി വരും. ആസ്ട്രലോപിത്തിക്കസുകൾ ശേഷം വരുന്ന ജീവികൾക്ക് കൂടുതൽ ഹോമോ സ്വഭാവങ്ങൾ ഉണ്ടായി വരികയും 2 മില്യൺ വർഷങ്ങളാകുമ്പോഴേക്കും നമ്മുടെ ഹോമോ ഇറക്റ്റക്സ് പ്രത്യക്ഷപ്പെടുകയും സാധാരണ മനുഷ്യൻ്റെ ഏതാണ്ട് രൂപഭാവമുള്ള ഹോമോ ഇറക്റ്റക്സ് വരികയും ചെയ്യും. ഇനി ഈ 5 മില്യൺ വർഷങ്ങളുടെ ആ ഒരു റേഞ്ചിൽ ഉണ്ടായിരുന്ന ആർഡിപിത്തിക്കസുകളും ആസ്ട്രലോപിത്തിക്കസുകളും ഇവരുടെ രൂപഭാവങ്ങൾ എങ്ങനെയായിരുന്നു? 5 അടിയിൽ കൂടുതൽ പൊക്കം ഉണ്ടാവാൻ സാധ്യതയില്ല ഈ ആർഡിപിത്തിക്കസുകൾക്കും ആസ്ട്രലോപിത്തിക്കസുകൾക്കും. ഇവർ നിവർന്ന് നടന്ന ആളുകളാണ്. പക്ഷേ നമ്മെപ്പോലെ വളരെ കാര്യമായിട്ട് നിവർന്ന് നിൽക്കാനുള്ള ശേഷിയൊന്നും ഇവർക്കില്ല. ഇവർ നിവർന്ന് നടന്നിട്ടുണ്ട്, പക്ഷേ ലോങ് ഡിസ്റ്റൻസ് വോക്കേഴ്സ് ഒന്നും അല്ല ഇവർ. അത്യാവശ്യം നിവർന്ന് നടന്നിട്ടുണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇങ്ങനെ നടക്കുവാണെങ്കിൽ തന്നെ ആടി നടക്കാനുള്ള സാധ്യത. കാരണം നമ്മെപ്പോലെ തന്നെ പൂർണ്ണമായിട്ട് വികാസം പ്രാപിച്ച ഒരു ജീവികളല്ല നടക്കുന്ന കേസിൽ. അതുകൊണ്ട് തന്നെ ഇവർ ആടി നടക്കാനുള്ള സാധ്യത. കൈക്കും കാലിനും ഒക്കെ നല്ല നീളമുണ്ട്. കൂടുതലും ചിമ്പാൻസി വർഗത്തോടാണ് ഇവർക്ക് സാദൃശ്യം കൂടുതൽ ഉള്ളത്. ഈ ആസ്ട്രലോപിത്തിക്കസുകൾക്ക് ശേഷം വരുന്ന ജീവികൾക്കാണ് നമ്മോട് സാദൃശ്യം കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ സസ്യാഹാരികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ വയറിന്റെ ഭാഗം വലുതാണ്. കൂടുതൽ വലിയ വൻകുടലാണ് ഇവർക്ക് ഉള്ളത്. ചിമ്പുകളതുപോലെ തന്നെ ഉള്ള ഒരു ആഹാര രീതി ആയിരിക്കണം ഇവർക്കുള്ളത്. ചിമ്പുകൾ വല്ലപ്പോഴും ഇങ്ങനെ വീണ് കിടക്കുന്ന വല്ല മൃഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ള മാംസാഹാരങ്ങളൊക്കെ ഇവർ ഭക്ഷിക്കാറുണ്ട്. 3% ഇവരുടെ ഡയറ്റിൽ 3% മാത്രമാണ് മാംസാഹാരമുള്ളത്. ഒരു പക്ഷേ ഈ ആസ്ട്രലോപിത്തിക്കസുകളും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ലൂസി എന്ന് പറഞ്ഞ ഒരു ഫോസിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവണം. 3.2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആസ്ട്രലോപിത്തിക്കസിൻ്റെ പെൺ ആസ്ട്രലോപിത്തിക്കസിൻ്റെ ഒരു ഫോസിലാണ് ലൂസി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മിസ് പ്ലസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഒരു ആസ്ട്രലോപിത്തിക്കസ് ഒരു ഫോസിലുണ്ട്. അതും ലൂസി ജീവിച്ചിരുന്ന ഏതാണ്ട് 3.2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ആ ഒരു മിസ് പ്ലസും ജീവനോടെ ഉണ്ടായിരുന്നത്. പക്ഷേ മിസ് പ്ലസിൻ്റെ ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള തലയോട്ടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ റെയ്മണ്ട് ഡാർട്ടിൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം, ആസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ചിമ്പിനും മനുഷ്യനോടുമൊക്കെ സദൃശ്യമുള്ള ഒരു ജീവികളുടെ സാന്നിധ്യം ആഫ്രിക്കയിൽ കണ്ടതോടെ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ
ആഫ്രിക്കയിലേക്ക് മാറി. അതായത് ഈ ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്നത് ആ ഒരു നമ്മുടെ ഹോമോ സ്പീഷ്യസിലേക്കുള്ള പരിണാമം നടന്നിട്ടുണ്ടാവുക ആഫ്രിക്കയിൽ വെച്ചാണ് എന്ന് ഈ ഒരു ആസ്ട്രലോപിത്തിക്കസിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനും പുറമെ ആസ്ട്രലോപിത്തിക്കസിന് മുമ്പുള്ള ആർഡിപിത്തിക്കസിനെയും നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനിയും നമുക്ക് കാലം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും ഈ 8 മില്യനും നമ്മുടെ ഈ ആർഡിപിത്തിക്കസിനും ഇടയ്ക്കൊക്കെയുള്ള ആ ഒരു 5 മില്യനും ഒക്കെ ഇടയ്ക്കുള്ള വേറെയും ഫോസിലുകൾ നമുക്ക് കിട്ടിയേക്കാം, ഉറപ്പൊന്നുമല്ല. പക്ഷെ അങ്ങനെ കിട്ടിക്കഴിയുവാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് അത്രയും പുറകോട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവയ്ക്ക് കൂടുതലും ചിമ്പുകളോട് രൂപസാദൃശ്യമുള്ള വലിയ വയറൊക്കെയുള്ള ആ ഒരു രീതിയിലുള്ള ജീവികളാവാനാണ് സാധ്യത. ഇനി നമ്മുടെ ഒരു നോട്ടം എങ്ങോട്ടേക്കാണ്? നമുക്ക് 2 മില്യൺ വർഷങ്ങൾ വരെയും ഈ ആസ്ട്രലോപിത്തിക്കസുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഹോമോ ജീനസിൽ പെടുന്ന നമ്മുടെ ഈ ഹോമോ ഇറക്ടസ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പുകളിൽ ഈ ആസ്ട്രലോപിത്തിക്കസിനും ഹോമോ ഇറക്ടസിനും ഇടയിൽ രൂപസാദൃശ്യങ്ങളുള്ള ജീവികൾ ഉണ്ടാവാൻ സാധ്യതയില്ലേ? ഉണ്ടാവണമല്ലോ. അങ്ങനെയുള്ള ജീവികളുടെ ഫോസിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് ആസ്ട്രലോപിത്തിക്കസിൽ നിന്ന് നമ്മോട് കൂടുതൽ സാദൃശ്യമുള്ള ഹോമോയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജീവിയല്ല, പല ജീവികൾ ആ ഒരു ഭാഗത്ത് ആ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സൗത്ത് ആഫ്രിക്കയിലെ ജോഹാനസ്ബർഗിൽ നിന്നും ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറിയിട്ടാണ് ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നറിയപ്പെടുന്ന ഒരു പാലിയോ ആന്ത്രോപോളജിക്കൽ അല്ലെങ്കിൽ ഒരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ പ്രൈമേറ്റ് വിഭാഗത്തിലെ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ ഈ 8 മില്യനും 2 മില്യനും ഇടയിലുള്ള ആ ഒരു ജീവിവർഗം, കൂടുതലും ഏപ്പിനോട് സദൃശ്യമുള്ള ആ ഒരു ജീവിവർഗത്തിൻ്റെ ആ ഭാഗത്തുള്ള ജീവികളുടെ കൂടുതൽ ഫോസിലുകളും നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയയെ നമ്മൾ മനുഷ്യവംശത്തിൻ്റെ കളിത്തൊട്ടൽ, നമ്മൾ പിച്ച വെച്ച് നടന്ന സ്ഥലം എന്നൊക്കെ ആ ഒരു രീതിയിൽ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ പേര് കൊടുത്തിട്ടുള്ളത്. 1.25 ലക്ഷം ഏക്കർ വിസ്തൃതിയുള്ള ഇവിടെ ഒട്ടനവധി കേവ് നെറ്റ്വർക്ക്സ് ആണ് ഉള്ളത്, ഗുഹാ ശൃംഖലകളാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്, പല ഗുഹാ ശൃംഖലകളിൽ നിന്നാണ് ഇവർക്ക് പല ഫോസിലുകൾ ലഭിച്ചിട്ടുള്ളത് പല കാലഘട്ടങ്ങളിലെ. നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ മിസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ആസ്ട്രലോപിത്തിക്കസിന്റെ ഒരു തലയോട്ടി നമുക്ക് ലഭിച്ചത്, അത് ഈ പറഞ്ഞ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലെ ഒരു ഗുഹയിൽ നിന്നാണ്. അങ്ങനെ ഈ രീതിയിലുള്ള അനേകം ഫോസിലുകൾ നമ്മുടെ ഹോമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യന്റെ വംശപരമ്പരയിൽപ്പെടുന്ന ആ ഒരു ഫോസിലുകൾ ഇഷ്ടം പോലെ ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്ന് വിളിക്കുന്നതും ധാരാളം ഗവേഷകർ ഇപ്പോഴും ഇവിടെയുള്ള പല ഗുഹകളിലും ഇതുപോലെ എക്സ്കവേഷൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ആ ഒരു സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കം 2008 മാർച്ച് മാസത്തിലായിരുന്നു. അമേരിക്കയിൽ ജനിച്ച സൗത്ത് ആഫ്രിക്കൻ പാലിയോ ആന്ത്രോപോളജിസ്റ്റാണ് ലീ ബർഗർ. ഇദ്ദേഹം 2008 ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ ഒരു എക്സ്പ്ലോറേഷൻ പ്രോജക്റ്റ് സംഘടിപ്പിച്ചു. അവിടെയുള്ള സകല ഗുഹകളും വ്യക്തമായിട്ട് മാപ്പ് ചെയ്യുകയാണ് ഉദ്ദേശം. കൂടാതെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഗുഹകൾ ഗൂഗിൾ എർത്തിൽ ചേർക്കുക എന്നുള്ളതും ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിരുന്നു. 1935 മുതലാണ് ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ ഫോസിലുകൾ കണ്ടെത്തി തുടങ്ങിയത്. അന്നു മുതൽ വീണ്ടെടുത്ത ഫോസിലുകൾ, അവ കിടന്നിരുന്ന സ്ഥാനം, ഗുഹ എന്നിവ വ്യക്തമായിട്ട് മാപ്പ് ചെയ്യുക എന്നത് വളരെയധികം അധ്വാനം പിടിക്കുന്ന ഒരു പണിയാണ്, അധ്വാനം ആവശ്യമുള്ളൊരു പണിയാണ്. പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ 130 ഗുഹകളും 20 ഫോസിൽ സൈറ്റുകളുമാണ് ഇവർക്ക് മാപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നത്. എന്നാൽ പ്രൊജക്റ്റ് പുരോഗമിച്ചതോടെ ലീയും സംഘവും ഏതാണ്ട് 500ഓളം പുതിയ ഗുഹകൾ കണ്ടെത്തുകയും അതിൽ 20ഓളം പുതിയ ഫോസിൽ സൈറ്റുകൾ കണ്ടെത്തുകയും ചെയ്തു. ഇതിനിടെ ഈ 2008 ജൂലൈ മാസം അവസാനിക്കാറായ സമയത്താണ് ഇദ്ദേഹം ഗൂഗിൾ എർത്തിൽ, എനിക്ക് തോന്നുന്നു ഗൂഗിൾ എർത്ത് 2005 മുതലാണ് പൊതുജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. ഇവർ 2008 ഈ പണി തുടങ്ങി. അപ്പോൾ ഈ 2008 മാർച്ചിൽ തുടങ്ങി ജൂലൈ മാസം അവസാനിക്കാറായ സമയത്ത് നമ്മുടെ ഈ ലീ ബർഗർ ഈ ഗൂഗിൾ എർത്തിലൂടെ നോക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ 10,000 ഏക്കർ വിസ്താരമുള്ള ഈ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലെ ഒരു പ്രത്യേക ഏരിയ ഇദ്ദേഹം നോക്കുന്നത്. അവിടെ അധികം ഗുഹാ ശൃംഖലകളോ കേവ് പിറ്റുകളോ ഒന്നും ഇദ്ദേഹം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഫോസിൽ സൈറ്റുകൾ ആ ഒരു ഭാഗത്തില്ല. പക്ഷേ കുറച്ച് മരങ്ങളൊക്കെ കൂടി നിൽപ്പുണ്ട്. പക്ഷേ ഈ മരങ്ങൾക്കിടയിൽ 1-2 കുഴികൾ ഇദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു. ഇത് ഗുഹയാണോ വെറും കുഴിയാണോ ഒന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം നേരിട്ട് പോയിട്ട് ഒന്ന് നോക്കാം എന്ന് ഈ ലീ ബർഗർ തീരുമാനമെടുത്തു. അങ്ങനെ 2008 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ലീ ബർഗർ തൻ്റെ മകൻ, 9 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ മാത്യു, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ പര്യവേഷണങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഇദ്ദേഹത്തിൻ്റെ നായ ടൗ എന്ന് പറഞ്ഞ ഒരു നായ, ഇത്രയും പേരെയും കൂട്ടിക്കൊണ്ട് ഇപ്പോൾ പറഞ്ഞ ആ മരങ്ങൾ കൂടി നിൽക്കുന്ന 1-2 കുഴികളൊക്കെ കണ്ട ആ ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ മകൻ, 9 വയസ്സുള്ള മകൻ, ആ ഒരു ഭാഗത്തേക്ക് ഓടി ചെല്ലുകയും ആ നായയും പുറകെ അങ്ങ് പോയി
അവിടെ ചെന്നിട്ട് ഈ ഒരു മാത്യു ഒരു വലിയൊരു കല്ല് കണ്ടെത്തി. ആ കല്ലിനകത്ത് കുറച്ച് എല്ലിൻ കഷ്ണങ്ങൾ കണ്ടതോടെ ഈ മാത്യു അവിടെ നിന്ന് ഈ പിതാവായിട്ടുള്ള നമ്മുടെ ലീ ബർഗറിനെ ഉച്ചത്തിൽ വിളിച്ചു. ഞാനൊരു ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ലീ ബർഗർക്ക് അത് വലിയ താല്പര്യം തോന്നിയില്ല. അതിന്റെ പ്രധാന കാരണം ആന്റിലോപ്സ് ഉൾപ്പെടെയുള്ള മറ്റ് മൃഗങ്ങളുടെ ധാരാളം ഫോസിലുകൾ ഈ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്സിൽ ചിതറിക്കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ മാത്യു കണ്ടെത്തിയത് എന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ലീ ഈ ഒരു മകന്റെ അടുത്തെത്തിയിട്ട് ഈ പാറക്കല്ലെടുത്ത് നോക്കുകയും ചെയ്തു. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ലീക്ക് ഒരു കാര്യം മനസ്സിലായി. ഇതിനകത്തൊരു വലിയൊരു ബോൺ കിടപ്പുണ്ട്, ഈ ഒരു പാറയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹൊമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുടെ കോളർ ബോൺ ആണ് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായി. അതേ കല്ലിന്റെ മറുവശത്ത് ഈ സെയിം ജീവിയുടെ തന്നെ കീഴ്ത്താടിയെല്ല്, പിന്നെ കോമ്പല്ലുകൾ, ഇതെല്ലാം കാണാൻ സാധിച്ചു. ഇതോടെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഹൊമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് നമ്മുടെ വംശപരമ്പരയിൽപ്പെടുന്ന ഏതോ ഒരു ജീവിയുടെ ഫോസിലാണ് എന്ന് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇതിനു മുമ്പ് കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട്, നീണ്ട 20 വർഷങ്ങളായിട്ട് ഈ ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ ഇദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഏതെങ്കിലും സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോസിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്, തൻ്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഏതെങ്കിലും ഒന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ 20 കൊല്ലങ്ങളായിട്ട് ഈ ലീ ബർഗർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്രതീക്ഷിതമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ ഒരു പാറ എടുത്തു കൊടുക്കുകയും ആ പാറയ്ക്കകത്ത് ഹൊമിനിൻ വംശത്തിൽപ്പെട്ട ഒന്നുകിൽ ചിമ്പോ അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള ഏതെങ്കിലും ഹോമോയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുടെ കോളർ ബോണും കീഴ്ത്താടിയെല്ലും കോമ്പല്ലുകളും ഒക്കെ ഇദ്ദേഹത്തിന് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തത്. സത്യത്തിൽ ഈ ഒരു ഫോസിൽ, ആ ഒരു പാറക്കഷ്ണം തന്റെ കയ്യിൽ കിട്ടിയതിന് ഇദ്ദേഹം തന്റെ മകനോട് മാത്രമല്ല നന്ദി പറയേണ്ടത്, ഈ ഒരു സ്ഥലത്ത് 100 കൊല്ലം മുമ്പ് വന്ന ഖനി തൊഴിലാളികൾ, മൈനേഴ്സിനോടാണ്. കാരണം ആ സമയത്ത് ജോഹാനസ്ബർഗ് ഒരു സിറ്റി ആയിട്ട് രൂപപ്പെട്ടു വരുന്ന ഒരു സമയമായിരുന്നു. കൂടുതൽ കൺസ്ട്രക്ഷൻസ് നടക്കുന്ന സമയമാണ്. അതിനു വേണ്ടിയിട്ട് ലൈം സ്റ്റോണുകൾ, സിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലൈം സ്റ്റോണുകൾ തപ്പിയിട്ട് മൈനേഴ്സ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മൈനേഴ്സ് ഈ ഒരു ഭാഗത്ത്, ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിന്റെ ഈ ഒരു ഭാഗത്ത് എത്തിച്ചേരുകയും അവർ അവരുടെ കയ്യിലുള്ള സ്ഫോടക വസ്തുക്കൾ ഒരു 3 കുഴിയിലൊക്കെ ആക്കിയിട്ട് പൊട്ടിക്കുകയും ചെയ്തു. പൊട്ടിയിട്ട് ഇവർ സ്ഫോടക വസ്തുക്കൾ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഇതിൻ്റെ അടിയിലുണ്ടായിരുന്ന ചരിത്രകാലത്ത് മൺമറിഞ്ഞു പോയ ഏതോ ഒരു ഗുഹയുടെ കവാടം പൊട്ടിപ്പൊളിഞ്ഞ് മുകളിലേക്ക് വന്നത്. അവരത് കാര്യമൊന്നും ആക്കിയില്ല, അവർക്ക് കാര്യമൊന്നും മനസ്സിലായതുമില്ല, അവർ ഫോസിൽസ് ഒന്നും കണ്ടതുമില്ല. പക്ഷേ എന്തുകൊണ്ടോ ലൈം സ്റ്റോൺ കുഴിച്ചെടുക്കാതെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മൈനേഴ്സ് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അവർ ആ ഒരു 3 കുഴികൾ തുറന്നും കിട്ടും, അത് പൊട്ടിപ്പോയി തുറന്നു വന്നതാണ്. അന്ന് ചെറിയ കൂട്ടത്തിലുണ്ടായിരുന്ന പാറക്കഷ്ണത്തിലാണ്, പുറത്ത് കിടന്നിരുന്ന ഒരു പാറക്കഷ്ണത്തിലാണ് ഇപ്പോഴും ഈ മാത്യു ഫോസിൽസ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ വിഭാഗത്തിൽപ്പെടുന്ന, ഹൊമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന ഏതോ ഒരു കുട്ടിയുടെ ഒരു കോളർ ബോണും ബാക്കിയുള്ള ഭാഗങ്ങളുമാണ് ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥലത്ത് നിന്ന്, ആ ഒരു പാറക്കഷ്ണം നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ കൂടുതൽ ഫോസിൽസ് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഇദ്ദേഹത്തിന് ആ കുഴികൾ കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വീണ്ടും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. സെപ്റ്റംബർ 4 ഇങ്ങോട്ടേക്ക് വന്ന ലീ എന്ത് ചെയ്തു, ഈ 3 കുഴികളിൽ ഒരു കുഴിയിലേക്ക് ഇദ്ദേഹം സാവധാനം ഇറങ്ങി. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും വശങ്ങളിലുള്ള ഒരു പാറയിൽ ഇദ്ദേഹത്തിന് മറ്റൊരു ഫോസിൽ കൂടി, മറ്റൊരു എല്ലിലും കഷ്ണം കൂടി കാണാനായിട്ട് സാധിച്ചു. അതിനോട് ചേർന്ന് തന്നെ ഷോൾഡർ ബ്ലേഡ് എന്നറിയപ്പെടുന്ന ത്രികോണാകൃതിയിലുള്ള ബോണും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കണ്ടിട്ട് ആവേശത്തോടെ ആ പാറയിൽ കൈകൊണ്ട് അമർത്തി പിടിച്ച ലീയുടെ കൈകളിലേക്ക് 2 പല്ലുകൾ കൂടി അടർന്നു വീണു. അതൊരു സ്ത്രീ വിഭാഗത്തിൽപ്പെടുന്ന ജീവിയുടെ ഫോസിലായിരുന്നു. അങ്ങനെ 2 ഫോസിലുകളാണ് ഇപ്പോൾ ലീ ബർഗർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്നും ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഒരു കുട്ടിയുടെ കോളർ ബോണും അങ്ങനെയുള്ള ബാക്കി ഭാഗങ്ങളും, ഇപ്പോൾ രണ്ടാമത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ കുഴിക്കകത്ത് നിന്ന് ഒരു സ്ത്രീയുടെ, ഒരു മുതിർന്ന സ്ത്രീയുടെ ഫോസിൽ ഭാഗങ്ങളും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരേ സൈറ്റിൽ നിന്ന് തന്നെ, ഫോസിൽ സൈറ്റിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിന് ഒരു കുട്ടിയുടെയും ഒരു മുതിർന്ന സ്ത്രീയുടെയും ഫോസിലുകൾ ലഭിച്ചിരിക്കുകയാണ്. മലാപ്പ എന്നാണ് ആ ഒരു സ്ഥലത്തിന്റെ പേര്. ക്രെഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സ്ഥലമാണ് മലാപ്പ ഫോസിൽ സൈറ്റ്. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ 2 ഫോസിലുകൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു പാറ കഷ്ണങ്ങൾ ഇദ്ദേഹം ശ്രദ്ധാപൂർവം അവിടെ നിന്ന് ലാബിലേക്ക് മാറ്റി. ലാബിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ റേഡിയോളജിസ്റ്റ് ആയിട്ടുള്ള ജാക്കി ഉണ്ട്. ജാക്കി എന്ത് ചെയ്തു, ഇതിനെ CT സ്കാനിങ്ങിന്, വിശദമായിട്ടുള്ള CT സ്കാനിങ്ങിന് വിധേയമാക്കി. അങ്ങനെ സ്കാനിങ്ങിന് വിധേയമാക്കിയ ഒരു പാറയ്ക്കുള്ളിൽ നിന്നാണ് ലീ ഞെട്ടിക്കുന്ന മറ്റൊരു കാഴ്ച കണ്ടത്. അതിനകത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഒരു തലയോട് ഒളിഞ്ഞിരിപ്പുണ്ട്. പൂർണ്ണമായിട്ടുള്ള ഒരു തലയോട് തന്നെ ഒരു പാറയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പൂർണ്ണമായിട്ടൊരു തലയോട് കിട്ടുന്നത് തന്നെ വളരെ അപൂർവമാണ്. പക്ഷേ ഇതൊരു പാറയ്ക്കുള്ളിലാണ് ഉള്ളത്. ഇനി ചെയ്യേണ്ടത് ഈ പാറയുടെ ഉള്ളിൽ നിന്ന് ഈ ഒരു തലയോട്ടിയെ സ്വതന്ത്രമാക്കി എടുക്കുക എന്നുള്ളതാണ്. 3 മാസങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യുകയാണ് ഇദ്ദേഹം ഈ ഒരു പാറയുടെ കഷ്ണങ്ങളിൽ നിന്ന് ഈ ഒരു അസ്ഥികൂടത്തെ പൂർണ്ണമായിട്ടും പുറത്തേക്ക് എടുത്തു മാറ്റിയത്. 1.97 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏതാണ്ട് 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹൊമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ജീവിയുടെ തലയോട്ടിയാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. മുമ്പ് പറഞ്ഞ ആ ഒരു കുട്ടിയുടെ കോളർ ബോണൊക്കെ കിട്ടിയില്ലേ, ആ കുട്ടിയുടെ തലയോട്ടിയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയത്. 1.97 മില്യൺ വർഷങ്ങൾ, 2 മില്യൺ വർഷങ്ങൾ. ആ ഒരു ഗ്യാപ്പ് നമുക്കറിയാമല്ലോ. ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് വരെയാണ് ആസ്ട്രോപിത്തിക്കസുകൾ ഉണ്ടായിരുന്നത്. 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ്
ഹോമോ ഇറക്ടസ് ഉദയം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ വരുന്ന ഏതൊരു ജീവിയാണ് ഇതെങ്കിൽ അതൊരു വലിയ കണ്ടുപിടുത്തമായിട്ട് മാറുകയും ചെയ്യും. തലച്ചോറിൻ്റെ ചെറിയ വലിപ്പം, പിന്നെ മുന്നോട്ട് ഉന്തി നിൽക്കുന്ന ആ ഒരു മുഖഭാവം, ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു തലയോട്ടി ആസ്ട്രലോപിത്തിക്കസിൻ്റെതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ പല്ലുകൾ, ബാക്കിയുള്ള എല്ലിൻ്റെ ഭാഗങ്ങൾ, ഇതൊന്നും ഇതിനു മുമ്പ് കണ്ടെത്തിയ ആസ്ട്രലോപിത്തിക്കസുകളുടെ ആ ഒരു ഫോസിലുകളുമായിട്ട് സാമ്യം ഉണ്ടായിരുന്നില്ല. ഇത്രയും ആയി കഴിഞ്ഞപ്പോഴേക്കും ലീ ബർഗർക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം, ഇത് ആ ട്രാൻസിഷൻ പീരീഡിലെ, അതായത് ആസ്ട്രലോപിത്തിക്കസുകൾക്ക് ശേഷം ഹോമോ ഇറക്ടസ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡിലെ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സമയത്തെ ഏതോ ഒരു ജീവിയാണ്. ഇത്തരം ചെറിയ ടൈം ഗ്യാപ്പുകളിൽ ഇതുപോലെ ഈ ജീവികളുടെ ഫോസിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഏത് വിഭാഗത്തിൽ പെടുത്തണം എന്നുള്ളത് ഈ സയൻറ്റിസ്റ്റുകൾക്കിടയിൽ തർക്ക വിഷയമാണ്, വലിയ സംശയം ഉണ്ടാക്കുന്ന വിഷയമാണ്. കാരണം ഒരേ സമയത്ത് തന്നെ ഹോമോ സ്വഭാവം കാണിക്കുന്ന ജീവിയും ഒരേ സമയത്ത് തന്നെ ആസ്ട്രലോപിത്തിക്കസിന്റെ സ്വഭാവം കാണിക്കുന്ന ജീവികളും ഉള്ള ഒരു സമയമാണ് ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്. കൂടുതൽ ആസ്ട്രോപിത്തിക്കസിന്റെ ഒരു സ്വഭാവ സവിശേഷതകളാണ് ഉള്ളതെങ്കിൽ ഇതിനെ ആസ്ട്രോപിത്തിക്കസിന്റെ ഒരു ഗണത്തിലേക്ക് മാറ്റും. ഹോമോ ഇറക്ടക്സിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഈ കിട്ടിയിരിക്കുന്ന ഫോസിലിന് കൂടുതലുണ്ടെങ്കിൽ അതിനെ ഹോമോ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ ലീ ബർഗർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫോസിലിന് കൂടുതലും ആസ്ട്രലോപിത്തിക്കസിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഫോസിലിന് ആസ്ട്രലോപിത്തിക്കസ് സെഡീബ എന്നാണ് പേരിട്ടത്. ഈ ഫോസിൽ കണ്ടെത്തിയ ആ കുഴിക്ക് സമീപം ചെറിയൊരു നീരുറവ ഉണ്ടായിരുന്നു. പ്രാദേശിക ഭാഷയിൽ നീരുറവയ്ക്ക് പറയുന്ന പേരാണ് സെഡീബ. അങ്ങനെയാണ് ആ ഒരു ഫോസിലിന് ആസ്ട്രലോപിത്തിക്കസ് സെഡീബ എന്ന് പേര് ലഭിച്ചത്. അതായത് ഇപ്പോൾ ലീ കണ്ടെത്തിയ ആ ഒരു ഫോസിൽ ഒരു ആസ്ട്രലോപിത്തിക്കസിൻ്റെതാണ്. പക്ഷേ മുമ്പ് കണ്ടെത്തിയ ആസ്ട്രലോപിത്തിക്കസ് ആഫ്രിക്കാനസിൻ്റെത് പോലല്ല അതിൻ്റെ രൂപഭാവങ്ങൾ. കൂടുതലും എയ്പ്പിഷ് ആയിട്ടുള്ള കൂടുതൽ ഭാവങ്ങൾ അതിനുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഹോമോ ഇറക്ടക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ കൈകൾ, വിരലുകളൊക്കെ ഹോമോ ഇറക്ടക്സിൻ്റെത് പോലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇതുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. എന്നാൽ കൂടുതൽ എയ്പ്പ് സ്വഭാവം ഉള്ളതുകൊണ്ടാണ് ആസ്ട്രലോപിത്തിക്കസിൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് ഇതിനെ നമ്മൾ പേര് ഇട്ട് മാറ്റി നിർത്തിയതും. ഓർക്കുക, ഈ ആസ്ട്രലോപിത്തിക്കസിൽ നിന്നും ഹോമോ ഇറക്ടസ് വിഭാഗം രൂപം കണ്ട ആ ഒരു ഗ്യാപ്പ് 2 മില്യൺ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു സമയത്തെ ഒരു ഫോസിലാണ്. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് പറഞ്ഞതുപോലെ ട്രാൻസിഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എയ്പ്പിൽ നിന്ന് ഒരു ഹ്യൂമൻ ഇതിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസിഷൻ ഇതിൻ്റെ ഈ ഒരു തലയോട്ടിയിലും ഇതിൻ്റെ ശരീരഭാഗങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കേണ്ടതാണ്. ഈ ആസ്ട്രലോപിത്തിക്കസ് സെഡീബയുടെ അപ്പർ ലിംബ് ഭാഗങ്ങളിൽ നിന്നും മരം കയറുന്ന എയ്പ്പ് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കിട്ടിയ ഭാഗങ്ങൾ യോജിപ്പിച്ചും കിട്ടാത്ത ഭാഗങ്ങൾ ഊഹിച്ചെടുത്തും സെഡീബയുടെ പൂർണ്ണ അസ്ഥികൂടം ഒരു 3D പ്രിന്ററിൽ പ്രിന്റ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇതിനു മുമ്പ് കണ്ടെത്തിയിട്ടുള്ള എല്ലാ ആസ്ട്രലോപിത്തിക്കസ് ഫോസിലുകൾക്കും എയ്പ്പുകളുടെയും നമ്മുടെ ഹ്യൂമൻസിൻ്റെയും സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ കൂടിക്കലർന്ന് കിടക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയ ആസ്ട്രലോപിത്തിക്കസ് സെഡീബയ്ക്ക് വേറെയും ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. സെഡീബയുടെ കൈകൾക്ക് ആൾക്കുരങ്ങുകളെ പോലെ അല്ലെങ്കിൽ ആസ്ട്രലോപിത്തിക്കസുകളെ പോലെ വലിയ നീളമുള്ള കൈകളൊക്കെയാണ് ഈ സെഡീബയ്ക്ക് ഉള്ളത്. അതായത് കൂടുതലും മരത്തിൽ തന്നെ ആവണം ഈ സെഡീബ കഴിഞ്ഞ് കൂടിയിട്ടുണ്ടാവുക. പക്ഷേ നിലത്തിറങ്ങിയാൽ ഇത് 2 കാലിൽ നിൽക്കുന്ന ഒരു ജീവിയായിരുന്നു. ഇതെല്ലാം ആസ്ട്രലോപിത്തിക്കസുകളുടെ കോമൺ ഗുണങ്ങളാണ്. പക്ഷേ കൈകൾ നീണ്ടതാണെങ്കിലും ഇതിൻ്റെ വിരലുകൾ ആ ഒരു കൈപ്പത്തിയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇത് കൂടുതലും മനുഷ്യനായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നീളമുള്ള വിരലുകൾ, അതുമാത്രവുമല്ല തള്ളവിരലിന് നല്ല നീളം. ഇതിന് മുമ്പുള്ള ആസ്ട്രലോപിത്തിക്കസുകൾക്കോ അല്ലെങ്കിൽ ഏപ്പ് വിഭാഗത്തിൽപ്പെടുന്ന ജീവികൾക്കോ ഈ തള്ളവിരലിന് ഇത്രയും നീളമൊന്നും ഉണ്ടായിരുന്നില്ല. തള്ളവിരലിന് നീളം എന്ന് പറയുന്നത് നമ്മുടെ ഹോമോ സ്പീഷീസിൻ്റെ ഒരു ഗുണമാണ്. ആ ഗുണം ഈ പറയുന്ന ആസ്ട്രലോപിത്തിക്കസ് സെഡീബയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് എന്താണ് പ്രത്യേകത? ഈ നീളമുള്ള തള്ളവിരലുള്ളത് കൊണ്ടാണ് നമുക്ക് ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത്, സ്ക്രൂ ഒക്കെ ഇങ്ങനെ തിരിക്കാൻ പറ്റുന്നത്. ഈ ഒരു ഗുണം ആസ്ട്രലോപിത്തിക്കസ് സെഡീബയ്ക്കുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന ആസ്ട്രലോപിത്തിക്കസുകൾക്ക് ഈ ഗുണമില്ല. കാരണം തള്ളവിരലിന് ഈ നീളമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഗുണമില്ല. പക്ഷേ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വിരലുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് സെഡീബ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ടൂൾസ്, കമ്പ് കൊണ്ടോ മരം കൊണ്ടോ ഉള്ള ടൂൾസ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം സെഡീബയ്ക്ക് ഈ ആസ്ട്രലോപിത്തിക്കസിൻ്റെ അത്രയും ബ്രെയിനിൻ്റെ വികാസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബ്രെയിൻ വെച്ചിട്ട് ഇത് ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ആളുകൾ പറയുക. നമ്മൾ പഴയകാല ചൊല്ലുകൾ പറയുന്നത് പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ചന്തയിലൊട്ട് എത്തിച്ചേർന്നുമില്ല. അതാണ് ഈ പറയുന്ന ആസ്ട്രലോപിത്തിക്കസ് സെഡീബ. അതായത് ഏപ്പിൻ്റെ ആ ഒരു കുടുംബത്തിൽ നിന്ന് ഇദ്ദേഹം ഇറങ്ങി അങ്ങ് പോകുന്നു, പക്ഷേ ഹോമോ കുടുംബത്തിലോട്ട് വന്ന് കയറിയതുമില്ല. ഇതിനിടയ്ക്കാണ് ഈ ആസ്ട്രലോപിത്തിക്കസ് സെഡീബ ഉള്ളത്. ആസ്ട്രലോപിത്തിക്കസ് സെഡീബയുടെ കണ്ടുപിടുത്തത്തിൽ നിന്ന് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ 2 മില്യൺ വർഷങ്ങൾ അറൗണ്ട് ആ ഒരു ഭാഗത്താണല്ലോ ഈ സെഡീബയും ജീവിച്ചിരുന്നത്. അതേ സമയത്ത് തന്നെ
വേറെയും ആസ്ട്രലോപിത്തിക്കസുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഈ ഹോമോ ഇറക്ടസും ഈ ഭൂമിയിലുണ്ട്. അതായത് ഹോമോ ഇറക്ടസിലുള്ള സമയത്ത് തന്നെ ആസ്ട്രലോപിത്തിക്കസുകളുടെ ഒരു വിഭാഗം ഈ ഒരു ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നൊരു തെളിവാണ് ഈ ആസ്ട്രലോപിത്തിക്കസ് സെഡീബ. പക്ഷേ ഇതിൽ ഏത് ആസ്ട്രലോപിത്തിക്കസ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത് എന്ന് നമുക്ക് ഇപ്പോഴും പറയാറായിട്ടില്ല. ഈ സെഡീബയിൽ നിന്നാവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ഈ സെഡീബ ഉള്ള സമയത്ത് തന്നെ ഹോമോ ഇറക്ടസ് ഈ ഭൂമിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെഡീബയുടെ ലൈനിൽ നിന്നല്ല ഹോമോ ഇറക്ടസ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സെഡീബിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇങ്ങനെ രൂപമാറ്റങ്ങൾ അല്ലെങ്കിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം സക്സസ് ആയില്ല. ഏതോ ഒരു ഗ്രൂപ്പിന്റെ സക്സസ് ആയി. അതാണ് ഈ പറയുന്ന ഹോമോ ഇറക്ടസ് ആയിട്ട് മാറിയത്. അതേതാണ് ആ ഗ്രൂപ്പ്? നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു 2 മില്യൻ്റെ ആ ഒരു ഗ്യാപ്പിൽ അവിടുന്ന് കിട്ടുന്ന ഫോസിലുകളെല്ലാം തന്നെയും നമുക്ക് വിലപ്പെട്ടതാണ്. കാരണം ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതി പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, പല ട്രാൻസിഷൻസ് ഇതുപോലെ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വിജയിച്ചിട്ടില്ല. വിജയിച്ച ലൈനാണ് മുന്നോട്ടേക്ക് വരിക. അത് ഏത് ലൈനാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്കിപ്പോഴും അറിയില്ല. ഡോൺ ഓഫ് ഹ്യൂമാനിറ്റി എന്നറിയപ്പെടുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ ലീ ബർഗറിൻ്റെ ആ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ഈ ഒരു ഡോക്യുമെൻ്ററി നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രധാന ബേസായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഡോക്യുമെൻ്ററിയിൽ അവർ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഒരു ആസ്ട്രലോപിത്തിക്കസും ഹോമോ ഇറക്ടസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളത്. അതായത് ഒരു ഫുട്ബോൾ ഫീൽഡ്, അതിൻ്റെ ഒരു വശത്ത് ഒരു ആസ്ട്രലോപിത്തിക്കസ് നിൽക്കുകയാണ്, മറുവശത്ത് ഒരു ഹോമോ ഇറക്ടസ് നിൽക്കുകയാണ്. ഈ ആസ്ട്രലോപിത്തിക്കസിനെ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഉടൻ തന്നെ സൂവിലേക്കായിരിക്കും ഫോൺ ചെയ്യുക, മൃഗശാലയിലേക്ക് ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ ഒരു എയ്പ്പ് ചാടി പോയിട്ടുണ്ട് എന്നാണ് പറയുക. എന്നാൽ തിരിഞ്ഞ് അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ഹോമോ ഇറക്ടസിനെ കണ്ടു കഴിഞ്ഞാൽ അയാൾ വിളിക്കുന്നത് പോലീസിനെയായിരിക്കും. മുടിയൊന്നും ചെയ്യാത്ത ഒരു കാട്ടു മനുഷ്യൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് കാട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി വൃത്തിയാക്കി എടുക്കുക എന്നായിരിക്കും അയാൾ വിളിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആസ്ട്രലോപിത്തിക്കസും ഹോമോ ഇറക്ടസും തമ്മിലുള്ള വ്യത്യാസം. ഇതിന് നടുവിൽ നിൽക്കുന്ന ഏതോ ഒരു ജീവി, ആ ഒരു ജീവി വിഭാഗമാണ് നമുക്കിനിയും പിടിതരാതെ ഫോസിലുകളായിട്ട് ഏതോ ഒരു ഗുഹയുടെ അടിത്തട്ടിൽ ഇപ്പോഴും കിടക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു ആസ്ട്രലോപിത്തിക്കസിനും ഹോമോ ഇറക്ടസിനും ഇടയിലുള്ള ഒരു ജീവിയാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയ സെഡീബ, ആസ്ട്രലോപിത്തിക്കസ് സെഡീബ. ആ സെഡീബയ്ക്ക് കൂടുതലും ഏപ്പിഷ് ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആസ്ട്രലോപിത്തിക്കസ് സെഡീബ എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ ഹോമോ സെഡീബ എന്നാണ് പറയേണ്ടത്. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഹോമോ സ്വഭാവം കൂടുതലുള്ള ഏതെങ്കിലും ഫോസിൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. അതാണ് ഹോമോ ഹബിലിസ്. ഈ പറഞ്ഞ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ട്രാൻസിഷൻ സമയത്ത് തന്നെയാണ് ഹോമോ ഹബിലിസും ജീവിച്ചിരുന്നത്. പക്ഷേ ഹബിലിസിൻ്റെ ഈ പറഞ്ഞ പോലെ സെഡീബ കിട്ടിയതുപോലെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടങ്ങൾ, ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഹോമോ ഹബിലിസിനെ ഇപ്പറകിടണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. പക്ഷേ അനുമാനങ്ങൾ വെച്ചിട്ട് ഇതിന് കൂടുതലും ഹോമോ സ്വഭാവങ്ങൾ, മുമ്പ് പറഞ്ഞ രീതിയിലുള്ള വിരലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇതിനെ ഇപ്പോൾ നമ്മൾ ഹോമോ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഫോസിലുകൾ ഇതിൻ്റെ ലഭിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഹോമോ ഹാബിലിസ് എന്നുള്ളത് ആസ്ട്രലോപിത്തിക്കസ് ഹാബിലിസായി മാറാനായിട്ടും സാധ്യതയുണ്ട്. ഇങ്ങനെയാണ് സയൻസ് മുന്നോട്ടേക്ക് പോകുന്നത്. ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ച അവത്തെ തൂങ്ങിക്കിടക്കുകയല്ല. പുതിയ തെളിവുകൾ വരുമ്പോഴേക്കും ആ തെളിവുകൾ നമ്മൾ കണ്ടെത്തിയ വസ്തുതകളുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് വലിയ സത്യമായിട്ട് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഹോമോ ഹബിലിസിനെ ഈ ഒരു ഹോമോ ഭാഗത്തേക്ക് പെടുത്താനുള്ള പ്രധാന കാരണം ഇതിൻ്റെ ഫോസിലുകൾ കിട്ടിയ സ്ഥലത്ത് നിന്നും കുറച്ച് സ്റ്റോൺ ടൂൾസ് ലഭിച്ചിട്ടുണ്ട്. ഈ സെഡീബയുടെ സ്ഥലത്ത് നിന്നും കിട്ടിയിട്ടില്ല. സെഡീബയ്ക്ക് ഇങ്ങനെ ഈ പറയുന്ന ഫ്ലെക്സിബിൾ വിരലുകളൊക്കെ ഉണ്ട്, പക്ഷേ ടൂൾസ് ഉപയോഗിച്ചിട്ടില്ല എന്നും, എന്നാൽ ഹോമോ ഹബിലിസിന് ഈ വിരലുകളുടെ സഹായത്തോടെ ഈ ടൂൾസ് ഉപയോഗിക്കാൻ സാധിച്ചു എന്നും മനസ്സിലാക്കിയാൽ ഹബിലിസ് ഹോമോ വിഭാഗത്തിൽ പെടുത്താം, ഈ പറയുന്ന സെഡീബയെ നമ്മൾ ആസ്ട്രലോപിത്തിക്കസിൻ്റെ വിഭാഗത്തിലും പെടുത്തി. ഇങ്ങനെയൊക്കെ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരിക്കുന്നത്. കൂടുതൽ തെളിവുകൾ വരുന്നതോടെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് മാറിയെന്ന് വരാം. ഇതുപോലെ തന്നെ ഈ 2 മില്യൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിൽ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ഗ്യാപ്പിൽ വേറെയും ചില ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഹോമോ വിഭാഗത്തിലും ആസ്ട്രലോ വിഭാഗത്തിലും ഒക്കെ കുറേയേറെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ പെടുത്തണം എന്നുള്ള സംശയത്തിൻ്റെ നിഴലിലാണ് ഉള്ളത്. പക്ഷേ ഇതിനെ ഏത് ഗ്രൂപ്പിൽ പെടുത്തണം എന്നുള്ള സംശയം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഈ ട്രാൻസിഷൻ അവിടെ നടന്നിട്ടുണ്ട് എന്ന് ഈ ഫോസിലുകൾ പഠിച്ചാൽ ഇതിങ്ങനെ നമ്മുടെ മുന്നിൽ സത്യങ്ങളായിട്ട് നിൽക്കുകയാണ്. അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ നടന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ലീ ബർഗറിന്റെ അരികിലേക്ക് തിരികെ വരികയാണ്. ലീ ബർഗർക്ക് ഇപ്പോൾ ആസ്ട്രലോപിത്തിക്കസ് സെഡീബയെ കിട്ടി. പക്ഷേ ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ആസ്ട്രലോപിത്തിക്കസ് സ്പീഷീസിനെയാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയെ അതേ സമയത്ത് തന്നെയുള്ള കൂടുതൽ ഹോമോ സ്വഭാവങ്ങൾ കാണിക്കുന്ന മുമ്പ് പറഞ്ഞ ഹോമോ ഹാബിലിസ് പോലുള്ള വേറെ ഏതെങ്കിലും ഹോമോ സ്പീഷീസിനെ കിട്ടുമോ എന്നുള്ളൊരു ആഗ്രഹം
ഈ ലീ ബർഗർക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഒരു ഫോസിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എവിടെയാണ് കിട്ടാൻ സാധ്യതയുള്ളത്? ഈ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൽ തന്നെയാണ്. അവിടെയാണ് ഈ ഫോസിലുകളെല്ലാം കിടക്കുന്നത്. ഇദ്ദേഹം ഒരു പരിവേഷകനോ ഒരു കേവ് ഡൈവറോ സാഹസികനോ ഒന്നുമല്ല, ഒരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേവുകളിൽ, ദുർഘടമായിട്ടുള്ള ഇത്തരം കേവുകളിൽ ഇറങ്ങിയിട്ട് ഈ ഫോസിലുകൾ തപ്പുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇതിന് പറ്റുന്ന ആളുകളുണ്ട്, ഫോസിൽ ഹണ്ടേഴ്സ് എന്ന് വിളിക്കും. വെളിയിലത്തെ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ഇവിടെയും ഇപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹോബിക്ക് വേണ്ടിയിട്ട് ഫോസിലുകൾ കളക്ട് ചെയ്യാൻ പറ്റും, അതിനെയൊക്കെ ഫോസിൽ ഹണ്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അവർ ഒരു പക്ഷേ അവരെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ, ഈ ഒരു ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവരെവിടെ നിന്നെങ്കിലും ഫോസിലുകൾ ഉള്ള വിവരം ഇദ്ദേഹത്തെ അറിയിക്കും. അങ്ങനെ ഇദ്ദേഹത്തിന് ആ ഫോസിലുകൾ പോയി കണ്ടെത്തി ഇദ്ദേഹത്തിന് കളക്ട് ചെയ്യാം എന്നുള്ള വിചാരത്തിൽ ഈ ലീ ബർഗർ എന്ത് ചെയ്തു, ഒരു 3 ഫോസിൽ ഹണ്ടേഴ്സിനെ ഇദ്ദേഹം വാടകയ്ക്കെടുത്തു. പെഡ്രോ, റിക്ക്, സ്റ്റീവ്, ഈ 3 പേരെയാണ് ഇദ്ദേഹം വാടകയ്ക്കെടുത്തത്. ഇവരോട് പറഞ്ഞു, ഈ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലെ എല്ലാ ഗുഹകളിലും, പറ്റുന്ന ഗുഹകളിലൊക്കെ നിങ്ങൾ കയറുക. പ്രത്യേകിച്ച് റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കേവ് സിസ്റ്റം ഈ ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ആ ഒരു ഗുഹാ ശൃംഖലയിൽ റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ആ ഒരു കേവ് സിസ്റ്റത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ 3 പേരെയും വാടകയ്ക്കെടുത്തത്. അങ്ങനെ ഒരു ദിവസം രാത്രി 9-10 മണിയായി കഴിഞ്ഞപ്പോഴേക്കും ഈ 3 പേരും ഇദ്ദേഹം താമസിക്കുന്ന റൂമിൻ്റെ പുറത്ത് വന്നിട്ട് അതിശക്തമായ രീതിയിൽ കൊട്ടി ഇദ്ദേഹത്തെ എണീപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാണേണ്ട ഒരു സാധനം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇവരെന്താണ് ചെയ്തത്? ഈ കൂട്ടത്തിൽ സ്റ്റീവും റിക്കും ചെയ്ത പണി, ഇവർ അത്യാവശ്യം ഗുഹകളിലൊക്കെ ഇറങ്ങുന്ന ആളുകളാണ്. ഈ സ്റ്റീവും റിക്കും എന്ത് ചെയ്തു, ഈ റൈസിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന ഈ ഒരു കേവ് സിസ്റ്റത്തിൽ ഇവരിറങ്ങി. ഇതിൽ കുറച്ച് ദൂരം ഇവർ സാധാരണഗതിയിൽ സാധാരണ ഫോസിൽ ഹണ്ടേഴ്സ് ഇറങ്ങി നോക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഫോസിലുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ നിന്ന് ആ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഇവർ വീണ്ടും കുറച്ച് മുന്നോട്ടേക്ക് പോയി. അത് കഴിയുമ്പോഴേക്കും ഗുഹ മേളിലേക്ക് കയറി പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും വീണ്ടും ഗുഹ താഴേക്ക് ഇറങ്ങുകയും അവിടെ ഒരു വലിയൊരു കുഴി, ഒരു ഷൂട്ട്, അതായത് നേരെ താഴേക്ക് പോകുന്ന ചെറിയൊരു വിടവ് ഇവർ കാണുകയും ചെയ്തു. ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു വിടവാണ്. ഒരു 10 മീറ്റർ താഴേക്കാണ് ആ വിടവ് പോകുന്നത്. വളരെയധികം കഷ്ടപ്പെട്ട് ഞെരുങ്ങി വേണം അതിനുള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഫോസിൽ കണ്ടേക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവർ രണ്ടുപേരും ഞെരുങ്ങി ആ ഒരു ഷൂട്ടിലൂടെ താഴേക്ക് ഇറങ്ങിയത്. ഏറ്റവും താഴെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് നിലം കിട്ടി. ആ നിലത്ത് ചവിട്ടിയപ്പോഴേ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി, ആ നിലം നിറയെ ഫോസിലുകൾ, എല്ലുകൾ കിടപ്പുണ്ട്. ഇവർക്ക് വളരെയധികം സന്തോഷമായി. പക്ഷേ ഇത് ഏതൊക്കെയെല്ലാണ്, ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതെങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരണം, മേളിലേക്ക് കൊണ്ടുവരണം, ഇതൊന്നും ഇവർക്കറിയില്ല. കാരണം ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു വിടവ് മാത്രമേ അവിടെ ഉള്ളൂ. 10-18 സെൻറ്റിമീറ്റർ മാത്രമേ ഇതിന് വ്യാസമുള്ളൂ. അങ്ങനെ ഒരു കുഴിയാണത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ ഒരു സ്ഥലത്തിൻ്റെ, ആ നിലത്തിൻ്റെയും പരിസരങ്ങളിലെയൊക്കെ വ്യക്തമായ ഫോട്ടോസ് ഇവരങ്ങെടുത്തു. ആ ഫോട്ടോസും കൊണ്ടാണ് ഇവർ തിരികെ വന്നിട്ട് ലീ ബർഗറിനെ മുറിയുടെ പുറത്ത് വന്നിട്ട് രാത്രിയിൽ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തോ ഒരു സാധനം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ്. ആ ഫോട്ടോകൾ കണ്ടതോടെ ലീ ബർഗർക്ക് ആവേശമായി. കാരണം മുമ്പ് കണ്ടതുപോലെ, മകൻ മാത്യു കണ്ടെത്തിയതുപോലെ തന്നെ ഹോമിനിൻ വംശത്തിൽപ്പെടുന്ന ഏതോ ജീവികളുടെ ഫോസിൽസാണ് ഈ കിടക്കുന്നത് എന്ന് ഈ ലീ ബർഗർക്ക് കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി. പക്ഷേ ഇനിയാണ് പ്രശ്നം, ഈ ഫോസിലുകൾ എങ്ങനെയും വീണ്ടെടുക്കണം. അതവിടെ കിടന്നിട്ടൊരു കാര്യമില്ലല്ലോ. ഫോസിലുകൾ എവിടെയാണ് കിടക്കുന്നത്? റേസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിലെ ഒരു ഗുഹയ്ക്കകത്ത് ഈ പറയുന്ന ഒരു പടുകൂറ്റൻ കുഴിയിൽ, 10 മീറ്റർ താഴ്ചയുള്ള ഒരു കുഴിയിലാണ്. ആ കുഴിയിലാവട്ടെ ഞെരുങ്ങി കഷ്ടിച്ചൊരാൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന് ഈ ഫോസിലുകൾ കേടുകൂടാതെ കളക്ട് ചെയ്തുകൊണ്ട് തിരികെ കയറി വരിക എന്ന് പറയുന്നത് വെറും ഫോസിൽ ഹണ്ടേഴ്സ് മാത്രമായിട്ടുള്ള സ്റ്റീവനും റിക്കിനും ഒന്നും പറ്റില്ല. അവരെ കൊണ്ട് സാധിക്കില്ല. ഇദ്ദേഹത്തിന് പറ്റുകയില്ല. ഒന്ന്, അതുവഴി ഇറങ്ങാൻ ഇദ്ദേഹത്തിന് ഈ ലീ ബർഗർക്ക് പറ്റില്ല, നല്ല വണ്ണമുണ്ട്. രണ്ടാമത് ഇദ്ദേഹം ഒരു കേവ് ഡൈവറോ ഇങ്ങനെയുള്ള ഫോസിൽ ഹണ്ടറോ ഒന്നുമല്ല, ഇദ്ദേഹത്തിന് അതിനുള്ള ശേഷിയൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റും? ഇവരെ ഏൽപ്പിക്കാനും പറ്റില്ല. അതിന് ഈ ലീ ബർഗർ കണ്ടെത്തിയ വഴി കുറച്ച് വിചിത്രമായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. 2013 ഒക്ടോബർ 6 ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അദ്ദേഹം ചെയ്ത പോസ്റ്റ് ഇപ്രകാരമാണ്: ക്രേഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡിലെ റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിൽ ഇറങ്ങുവാനായിട്ട് വണ്ണം കുറഞ്ഞ PhD എടുത്തിട്ടുള്ള, ഈ വിഷയങ്ങളിൽ PhD എടുത്തിട്ടുള്ള, തീർത്തും വണ്ണം കുറഞ്ഞിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട്. PhD എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ, പാലിയോ ആന്ത്രോളജിക്കൽ വിഭാഗങ്ങളിൽ PhD ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള, കേവിങ്ങിൽ പരിചയമുള്ള, ക്ലോസ്ട്രോഫോബിക് അല്ലാത്ത കുറച്ച് പേരെയാണ് ഇദ്ദേഹത്തിന് ആവശ്യം എന്നാണ് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തത്. ഇടുങ്ങിയ സ്ഥലങ്ങളോട് ഉള്ള ഒരു പേടി, അതിനെയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എല്ലാം തികഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ക്ലോസ്ട്രോഫോബിയ ഉണ്ടെങ്കിൽ ഈ പണിക്ക് പറ്റില്ലല്ലോ. കാരണം അത്രയ്ക്ക് ചെറിയ സ്ഥലത്തേക്കാണ് ഇറങ്ങേണ്ടത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒത്തിണങ്ങുന്ന 1-2 പേരും എല്ലാം ഈ ലോകത്തിൻ്റെ വല്ല ഭാഗത്തുനിന്നും റിപ്പോർട്ട് ചെയ്തേക്കാം എന്ന് കരുതിയിട്ടാണ് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ഇദ്ദേഹം ആന്ത്രോപോളജിയിലെ ഒരാളൊക്കെയാണ്, അതുകൊണ്ട് വലിയ ഫോളോവേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇദ്ദേഹത്തെ അറിയാവുന്ന, ഇദ്ദേഹത്തിൻ്റെ ഒരു
ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ അറിയാവുന്ന കുറച്ച് പേര്, ഈ ഫീൽഡിലുള്ള കുറച്ച് പേര് മാത്രമാണ് ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ലീ ബർഗറിനെ അമ്പരിപ്പിച്ചുകൊണ്ട് 57ഓളം ആപ്ലിക്കേഷൻസാണ് ഇദ്ദേഹത്തിന് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയത്. ഈ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയകളും കറക്റ്റാകുന്ന കുറച്ച് 57 പേരുകളാണ് ഇദ്ദേഹത്തിന് അവസാനം കിട്ടിയത്. ഈ 57 പേരിൽ നിന്ന് ഇദ്ദേഹം 11 പേരെയാണ് അവസാനം സെലക്ട് ചെയ്തത്. രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്ലൈ ചെയ്ത 57 പേരിൽ ഭൂരിഭാഗം ആളുകളും വനിതകളായിരുന്നു, സ്ത്രീകളായിരുന്നു. ഇദ്ദേഹം അവസാനം തിരഞ്ഞെടുത്ത 11 പേരും ഈ പറയുന്ന സ്ത്രീകൾ തന്നെയായിരുന്നു. കാരണം നല്ല വണ്ണക്കുറവ് ഉണ്ടാവണം, ഈ പറയുന്ന ബാക്കി ക്വാളിറ്റീസ് എല്ലാം ഒത്തിണങ്ങണം. സ്ത്രീകൾ തന്നെയാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അതുമാത്രവുമല്ല, ഇത്തരം പണികൾക്ക് സ്ത്രീകളാണ് മുന്നോട്ടേക്ക് വന്നത് എന്നും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെ അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇദ്ദേഹം ഒരു 6 പേരെ തിരഞ്ഞെടുത്തു, 6 വനിതകൾ. ഈ 6 വനിതകൾക്ക് ഈ 6 വനിതകളെ കിട്ടിയതുകൊണ്ട് ഇദ്ദേഹം സന്തോഷവാനായി. കാരണം ഈ 6 വനിതകൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് വന്നത് തന്നെ അന്ന് വലിയ ചർച്ചയായിരുന്നു. കാരണം ഇദ്ദേഹം ഒരാളെ പോലും കിട്ടില്ല എന്ന് വിചാരിച്ചിടത്ത് ഒരു 57 പേര് വരികയും അതിൽ തന്നെ ഭൂരിഭാഗം സ്ത്രീകളും. ഇദ്ദേഹം അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സ്കൈപ്പ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ടാണ് ഇദ്ദേഹം ഈ ആളുകളെ എടുത്തത്. എന്നിട്ട് അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അവസാനത്തെ 6 പേരും സ്ത്രീകൾ മാത്രമാണ്. ഈ 6 സ്ത്രീകൾക്ക്, വനിതകൾക്ക് അദ്ദേഹം ഒരു പേരിട്ടു, അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സ്. കേൾക്കുമ്പോൾ രസമുണ്ട് എങ്കിലും ഈ രംഗത്തെ പ്രമുഖന്മാർക്ക് ഇതൊന്നും പിടിച്ചില്ല. കാരണം സാധാരണഗതിയിൽ ഇതൊക്കെ ചെയ്യേണ്ടത് വളരെയധികം കഴിവുള്ള, ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ലീ ബർഗറിനെ പോലുള്ള ആളുകൾ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഫോസിൽസ് ഒക്കെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം ഇന്നലെ പഠിച്ചിറങ്ങിയ കുറച്ച് പിള്ളേരെ, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതും സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ ഇതൊക്കെ ഈ രംഗത്തെ അധികായന്മാർക്ക് തീരെ പിടിച്ചില്ല. അന്ന് തന്നെ ഇദ്ദേഹത്തിന് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കൂടുതൽ ജനകീയനാകാൻ വേണ്ടിയിട്ടാണ് ഈ ലീ ബർഗർ ശ്രമിക്കുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ നേർക്കുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഇതൊന്നും കാര്യമാക്കിയില്ല. ഇങ്ങനെ വല്ലവരും പറയുന്നത് കാര്യമാക്കിക്കൊണ്ടിരിക്കുന്നവരൊന്നും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സ് എന്ന് ഇദ്ദേഹം വിളിച്ചിരുന്ന ഈ 6 വനിതകളെയും കൂട്ടിയിട്ട് റേസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിലേക്ക് ഇദ്ദേഹം തിരിച്ചു. ഈ 6 വനിതകൾ മാത്രമല്ല, ഇവർക്ക് വേറെയും സ്റ്റാഫുകൾ വേണം, ഗ്രൗണ്ടിൽ ഫ്ലോറിൽ വേറെ ആളുകളൊക്കെ വേണം. അതുകൊണ്ട് ആണുങ്ങളും ഈ ഒരു ഗ്രൂപ്പിലുണ്ട്. പക്ഷേ ഇങ്ങോട്ടേക്ക്, ആ പറയുന്ന ഷൂട്ടിലേക്ക്, ആ ചെറിയ വിടവിലേക്ക് ഇറങ്ങുന്നത് പെണ്ണുങ്ങൾ മാത്രമാണ്. ഇനി ഇവർ എത്രത്തോളം ദുർഘടമായ പണിയാണ് ഇത്രയും അമൂല്യമായ ഒരു ഫോസിൽ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇവർ ഇറങ്ങാൻ പോകുന്ന റേസിംഗ് സ്റ്റാർ കേവ് ഒന്ന് കാണണം. അതിൻ്റെ ഡയഗ്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സർഫസിൽ നിന്ന് ഏതാണ്ട് 17 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ്, താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഈ ഒരു കേവ് ഇങ്ങനെ പോകുന്നത്. ഇതിന് 1-2 എൻട്രൻസ് ഒക്കെ ഉണ്ട്. അതിൽ പ്രധാന കവാടമാണ് ഇവർ ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. അതുവഴി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവർ തയ്യാറെടുത്തിരിക്കുന്നത്. കേവിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 10 മീറ്റർ സാവധാനം ചെരിഞ്ഞാണ് ഇറങ്ങുന്നത്. ശേഷം ഒരു 20 മീറ്റർ താഴ്ചയിൽ എത്തുമ്പോൾ ഒരു ചേംബറിൽ, ഒരു അറയിൽ എത്തിച്ചേരും. അവിടെ നിന്നും അടുത്ത അറയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ കഷ്ടിച്ച് ഞെരങ്ങി ഇഴഞ്ഞ്, പാമ്പഴയുന്നത് പോലെ ഇഴഞ്ഞ് വേണം അടുത്ത ടണലിലേക്ക് പോകാനായിട്ട്. ഈ ഇഴഞ്ഞു പോകുന്ന ആ ഒരു ഭാഗത്തെ ഇവർ വിളിക്കുന്നത് സൂപ്പർമാൻ സ്ക്രോൾ എന്നാണ്. അതായത് നമ്മൾ സൂപ്പർമാൻ പറക്കുകയല്ലേ, കൈയൊക്കെ ഇങ്ങനെ മുമ്പോട്ട് വെച്ചിട്ട് ആ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ അകത്തൂടെ ഇഴഞ്ഞിട്ട് അടുത്ത ചേംബറിലേക്ക് ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവർ സൂപ്പർമാൻ സ്ക്രോൾ എന്ന് ഇതിനെ വിളിക്കുന്നത്. അങ്ങനെ സൂപ്പർമാൻ സ്ക്രോൾ എന്നറിയപ്പെടുന്ന ആ ഒരു ഇടനാഴി, ആ ഒരു ചെറിയ ടണൽ ഞെരങ്ങി ചെന്നെത്തുന്നത് 21 മീറ്റർ താഴ്ചയിലുള്ള മറ്റൊരു വലിയ അറയിലേക്കാണ്. ഇവിടെ നിന്നും ഇനി മുകളിലേക്കാണ് കയറേണ്ടത്. ആ കയറ്റത്തെ ഇവർ ഡ്രാഗൺസ് ബാക്ക്, അതായത് ഡ്രാഗണിൻ്റെ പുറക്, ആ ഒരു ഭാഗം പോലെ മേളിലോട്ട് പൊങ്ങി നിൽക്കുന്ന ഈ കുറച്ച് പാറകളൊക്കെ ഉണ്ട്. അതൊക്കെ അള്ളിപ്പിടിച്ച് വേണം ഇവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അതിനെ ഡ്രാഗൺസ് ബാക്ക് എന്ന് വിളിക്കുന്നത്. ആ ഡ്രാഗൺസ് ബാക്ക് ഒരു 10 മീറ്ററാണ് അള്ളിപ്പിടിച്ച് മുകളിലേക്ക് കയറേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് മുന്നോട്ട് നോക്കിക്കഴിയുമ്പോഴേക്കും മുമ്പ് നമ്മൾ ആ സ്റ്റീവും റിക്കും ഒക്കെ ഇറങ്ങിപ്പോയ ആ ഒരു ഷൂട്ട്, ആ ഒരു ചെറിയൊരു വിടവ് കാണുന്നത്. 18 സെൻറ്റിമീറ്റർ വ്യാസം മാത്രമാണ് ആ ഒരു ചെറിയൊരു വിടവിനുള്ളത്. ഇവിടെയാണ് ഈ വണ്ണക്കുറവുള്ള അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സിൻ്റെ ആവശ്യം ലീ ബർഗർക്ക് ആവശ്യമായിട്ട് വന്നത്. അവിടെയാണ് ഈ വനിതകളുടെ ആവശ്യം വന്നത്. ഈ വനിതകളുടെ കൂട്ടത്തിൽ 2 പേരാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട് തയ്യാറെടുത്തത്. ആ ഒരു ഷൂട്ടിലൂടെ, ആ ഒരു ചെറിയ വിടവിലൂടെ ഞെരങ്ങി ദേഹം മുഴുവൻ നമുക്ക് വസ്ത്രങ്ങളില്ലെങ്കിൽ പോറി കീറിപ്പോവും, അതുപോലത്തെ ചെറിയ വിടവാണ്. അങ്ങനെയുള്ള ആ വിടവിലൂടെയാണ് ഈ 2 വനിതകൾ ഞെരങ്ങി ഇറങ്ങിയിരിക്കുന്നത്. മുമ്പ് സ്റ്റീവൻ റിക്കും ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഫോട്ടോ എടുത്ത് പോരാം എന്നുള്ളതല്ലാതെ ഒന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അവർക്ക്. കാരണം അവരുടെ അവർക്ക് ഇച്ചിരി വണ്ണമൊക്കെ ഉണ്ട്, കയ്യിൽ സാധനങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതുവഴി കയറി വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ വിജയകരമായിട്ട് ഈ 2 വനിതകളും താഴേക്ക് ഇറങ്ങുകയും ഇവിടെയുള്ള ആ ഭാഗങ്ങളും ഒക്കെ ഇവർ ആ ഒരു തത്സമയം ഈ ഒരു ക്യാമറ ട്രാൻസ്മിഷനിലൂടെ പുറത്ത് നിൽക്കുന്ന, മുകളിൽ നിൽക്കുന്ന നമ്മുടെ ലീ ബർഗർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ ശ്രദ്ധാപൂർവം, കാരണം ഇവർ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന ആളുകളാണ്, ഇവർക്ക് ഇത് എങ്ങനെയാണ് ചീകി മിനുക്കി വൃത്തിയായിട്ട് എടുക്കേണ്ടത് എന്നറിയാം.
അങ്ങനെ അന്നത്തെ ദിവസം ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കിട്ടാവുന്ന ഫോസിലുകൾ ഇവർ ശ്രദ്ധാപൂർവ്വം ചീകി മിനുക്കിയെടുത്ത് വലിയൊരു ബാഗിനകത്താക്കിയ ശേഷം, പാറക്കഷ്ണങ്ങളൊക്കെയാണ്, അതെല്ലാം ശ്രദ്ധാപൂർവ്വം ബാഗിനകത്താക്കിയ ശേഷം ഈ ബാഗിങ് കൊണ്ട് ഇവർ ഇതേ ഷൂട്ടിലൂടെ മുകളിലേക്ക് ഞെങ്ങി കയറിയിട്ട് പുറത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ 3 ആഴ്ചകൾ പല വട്ടം ഇവർ താഴേക്ക് ഇറങ്ങുകയും മുകളിലേക്ക് വരികയും ചെയ്തിട്ടാണ് ഇവർ ആ ഒരു അറയിൽ കാണാൻ സാധിച്ച സകല ഫോസിലുകളും പാറകൾ ഉൾപ്പെടെ മണ്ണുൾപ്പെടെ ഇവർ പുറത്തേക്ക് മുകളിലേക്ക് ലീ ബർഗറിൻ്റെ അരികിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മുടെ ഹോമിനിൻ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ് അവിടെ കിടക്കുന്നത് എന്ന്, അല്ലെങ്കിൽ അവരുടെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നത് എന്ന് ലീ ബർഗർക്ക് മനസ്സിലായി. ഏതാണ്ട് 1700ഓളം കഷ്ണങ്ങളായിട്ടാണ് ഈ ഒരു ഫോസിൽ ഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നത്. ഏതാണ്ട് 15ഓളം ആളുകളുടെ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ഈ 1700 പീസുകളായിട്ട് ഇവിടെ കിടക്കുന്നത്. ഈ 1700 പീസും വളരെ ശ്രദ്ധാപൂർവമാണ് ഈ വനിതകൾ വിജയകരമായിട്ട് കരയ്ക്ക് കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ഓരോ ദിവസവും കരയിലേക്ക് കൂടുതൽ ഫോസിലുകൾ വരുന്ന ആ ഒരു സമയത്ത് മുകളിലിരിക്കുന്ന ലീ ബർഗർക്ക് മനസ്സിലായി ഈ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആസ്ട്രലോപിത്തിക്കസിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതോ ഒരു ജീവിയുടെ ഫോസിലാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ആ വന്നിരിക്കുന്ന രൂപഭാവങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ്. ഈ ഖനനം പൂർത്തിയായതോടെ ഈ കിട്ടിയ ഭാഗങ്ങളും കഷ്ണങ്ങളും ഒക്കെ അവർ ശ്രദ്ധാപൂർവം ജോഹാനസ്ബർഗിലെ വിറ്റ് വാറ്റേഴ്സ് റാൻഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. ഈ വിറ്റ് വാറ്റേഴ്സ് റാൻഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഈ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് 90 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ റെയ്മണ്ട് ഡാർട്ട് ആദ്യത്തെ ആസ്ട്രലോപിത്തിക്കസിനെ കണ്ടെത്തി പ്രഖ്യാപിച്ചത്. അതേ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഈ ലീ ബർഗർ കൂടുതൽ ഗവേഷണത്തിനായിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫോസിലുമായിട്ട് കടന്നു ചെന്നിരിക്കുന്നത്. ഹോമോ ജീനസിന്റെയും ആസ്ട്രലോപിത്തിക്കസുകളുടെയും ഫീച്ചേഴ്സ് ഏതാണ്ട് ഇടകലർന്ന രീതിയിൽ കാണപ്പെടുന്ന ഒരു ഫോസിൽ കൂട്ടമാണ് ഇദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. മുമ്പ് കണ്ടെത്തിയ ആസ്ട്രലോപിത്തിക്കസുകൾ ഇതുപോലെ തന്നെ ചെറിയ ശരീരമൊക്കെയാണ് ഇവർക്കും ഉള്ളത്. നീളമുള്ള കൈകളൊക്കെയുണ്ട്. മുമ്പ് പറഞ്ഞതുപോലെ സസ്യഭക്ഷണത്തിന്റെ ആ ഒരു ലക്ഷണമായിട്ടുള്ള വലിയ വയറ്, കൈകളുടെ നീളമൊക്കെ ചിമ്പുകളുടെ പോലെ തന്നെയാണ്, ആസ്ട്രലോപിത്തിക്കസുകൾ പോലെ തന്നെയാണ്. പക്ഷേ ബ്രെയിൻ ചിമ്പുകളുടെ അല്ലെങ്കിൽ ആസ്ട്രലോപിത്തിക്കസുകളുടെക്കാളും കുറച്ചുകൂടി വികാസം പ്രാപിച്ച, കുറച്ചുകൂടി വലുപ്പമുള്ള ഒരു ബ്രെയിൻ്റെ അറയാണ് ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ കൈപ്പത്തി, വിരലുകൾ, നെറ്റി, പല്ലുകൾ ഇതെല്ലാം ഹോമോ ഇറക്ടസുമായിട്ട് അസാമാന്യ സാദൃശ്യമുള്ള ആ രീതിയിലുള്ള പല്ലുകളും ഈ നെറ്റിയും കൈയും വിരലും ഒക്കെയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ചുരുക്കത്തിൽ മുമ്പത്തെ പോലെ തന്നെ ആസ്ട്രലോപിത്തിക്കസിന്റെ കുറേ സവിശേഷതകളും ഹോമോ ഇറക്ടസിന്റെ കുറച്ച് രൂപഭാവങ്ങളും കൈയും കാലും ആ ഒരു രീതിയിലൊക്കെയുള്ള ഒരു ഫോസിൽ ഭാഗങ്ങളാണ് ഇവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ കൂടുതൽ പഠന വിധേയമാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഈ കിട്ടിയിരിക്കുന്ന അസ്ഥികൾക്ക് കൂടുതലും സാമ്യമുള്ളത് ഹോമോ ഭാഗത്തേക്കാണ്. അതായത് ഹോമോ ഇറക്ടസിന്റെ സവിശേഷതകളാണ് കൂടുതലും ഉള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഈ പേരിടുന്നത് ഈ ഒരു സവിശേഷതകൾ ഏതിനാണ് കൂടുതൽ എന്നുള്ളത് നോക്കിയിട്ടാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു ഹോമോ ജീനസിൽ പെടുന്ന ഒരു ജീവിയാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകുകയും ഈ ഒരു അസ്ഥികൂടത്തിന്, ഈ ഒരു ഫോസിലിന് അദ്ദേഹം ഈ ഒരു ജീവി വർഗത്തിന് ഹോമോ നലേഡി എന്ന് പേരിടുകയും ചെയ്തു. അവിടെയുള്ള പ്രാദേശിക ഭാഷയിൽ, സുറ്റു ഭാഷയിൽ ഈ ഒരു നലേഡി എന്ന് പറഞ്ഞാൽ സ്റ്റാർ, നക്ഷത്രം എന്നാണ് അർത്ഥം. ഈ ഒരു ഫോസിൽ കണ്ടെത്തിയ ആ ഒരു ചേംബർ ഉണ്ടല്ലോ, ലാസ്റ്റ് ആ ഷൂട്ട് ഇറങ്ങി ഇവർ ചെന്ന ആ സ്ഥലം, ആ ചേംബറിന് ഇവർ ഡി നലേഡി ചേംബർ എന്നാണ് പേര് കൊടുത്തത്. നക്ഷത്രങ്ങളുടെ ചേംബർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കാരണം വേറൊന്നുമല്ല, റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിൽ നിന്നാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേരുകളെല്ലാം വന്നത്. അങ്ങനെ പുതിയൊരു എൻട്രി നമ്മുടെ ഈ ലൈനപ്പിലേക്ക് വന്നിരിക്കുകയാണ്, ഹോമോ നലേഡി. ഇപ്പോൾ നമ്മൾ കരുതുന്നുണ്ടാവും ഈ ഒരു കണ്ടുപിടുത്തത്തിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്. മുമ്പ് ഇതിന് സമാനമായിട്ടുള്ള ഒരു സാധനം തന്നെയല്ലേ ഇദ്ദേഹം കണ്ടെത്തിയത്, ആസ്ട്രലോപിത്തിക്കസ് സെഡീബ. ഹോമോയുടെയും ആസ്ട്രലോപിത്തിക്കസിൻ്റെയും സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ഒരു ഫോസിൽ. അതുപോലെ തന്നെയല്ലേ ഇതും കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതും 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻ പീരീഡിലെ ഒരു ഫോസിലാവാനാണ് സാധ്യത. കൂടുതലും ഹോമോ സ്വഭാവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഹോമോ നലേഡി എന്ന് പേരിടുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും എല്ലാവരും, ഈ ലീ ബർഗർ ഉൾപ്പെടെയുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ ഇവർക്ക് ഈ ഒരു എല്ലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് സാങ്കേതികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഐസോടോപ്പിക് അനാലിസിസ് നടത്തുമ്പോഴേക്കും എല്ലുകൾക്ക് നാശം വരും. അതിന് ഈ ലീ ബർഗർ തയ്യാറായില്ല. അല്ലെങ്കിൽ ഈ ഒരു എല്ലുകൾ കിടക്കുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ, അതിനെ പൊതിഞ്ഞു കിടന്നിരുന്ന മണ്ണ്, അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കണം. എന്നാൽ എളുപ്പത്തിൽ ഈ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റുന്ന സെഡിമെൻ്ററി ലെയേഴ്സ് ഒന്നും ഈ ഒരു ഡി നലേഡി ചേംബറിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ചിലവേറിയ സമയമെടുക്കുന്ന ഒരു പണിയായിട്ട് അവശേഷിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടെത്തിയ ഹോമോ നലേഡി എന്നറിയപ്പെടുന്ന ഈ ഒരു ജീവിയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ താമസമെടുത്തുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻ സമയത്തുണ്ടായിരുന്ന ജീവിയാണ് എന്ന് തന്നെ എല്ലാവരും കരുതുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ സാധാരണ ഫോസിൽസ് കണ്ടെത്തുമ്പോൾ ആ സമയത്ത് ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ ഫോസിൽസും കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അതും കിട്ടാനില്ല. ഈ ഡി നലേഡി ചേംബറിൽ ഹോമോ നലേഡികളുടെ ഈ അസ്ഥികൂടങ്ങൾ മാത്രമേ ഉള്ളൂ, വേറൊന്നും അവിടെ ഇല്ല.
അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ കാലപ്പഴക്കം നിർണ്ണയിക്കൽ ഇവർക്ക് കൂടുതൽ വിഷമകരമായിട്ടുള്ള ഒരു പണിയായിട്ട് മാറിയത്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു പോയി. പക്ഷേ ലീ ബർഗർക്ക് തോന്നി ഈ ഒരു റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിൽ വേറെയും കുഴികൾ കാണാൻ സാധ്യതയുണ്ട്, അവിടെയും ഈ ഡി നലേഡികളുടെ ഈ എല്ലുകൾ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഈ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ പറ്റുന്ന മുമ്പ് പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സാധനം കിട്ടിയെങ്കിൽ ഇവർക്ക് ഈ ഡി നലേഡി എപ്പോഴാണ് ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അവസാനം മറ്റൊരു റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിൽ തന്നെ മറ്റൊരു കുഴിയിൽ ഇവർക്ക് ഡി നലേഡികളുടെ കുറച്ചുകൂടി ഫോസിൽസ് ലഭിക്കുകയും അവിടെ നിന്ന് ഇവർ ഇതിൻ്റെ കാലപ്പഴക്കം കറക്റ്റായിട്ട് നിർണ്ണയിക്കുകയും ചെയ്തു. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. നമ്മളെല്ലാം കരുതിയതുപോലെ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു ട്രാൻസിഷൻ സമയത്തെ സെഡീബയൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തെ ആ ഫോസിലായിരുന്നില്ല ഈ ഹോമോ നലേഡി എന്ന് അറിയപ്പെടുന്ന ആ ഫോസിൽ ഉണ്ടായിരുന്നത്. ആ സമയത്തെ ഫോസിലായിരുന്നില്ല അത്. പകരം ഹോമോ നലേഡിയുടെ കാലപ്പഴക്കം വെറും 3 ലക്ഷം വർഷങ്ങൾ മാത്രമാണ്. നോക്കുക, മൊത്തം കണക്ക് കൂട്ടലുകൾ ഇത്രയും നേരം നമ്മൾ കരുതിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾ തകിടം മറിഞ്ഞിരിക്കുകയാണ്. 3 ലക്ഷം വർഷങ്ങൾ മുമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉൾപ്പെടുന്ന ഹോമോസാപ്പിയൻസ് ഉണ്ടായി വന്ന ആ ഒരു സമയമാണ്. ആ സമയത്ത് ഇത്രയും ബുദ്ധി കുറഞ്ഞ ഏപ്പിഷ് ലുക്കുള്ള ഈ പറയുന്ന പ്രാകൃതമായ രീതിയിലുള്ള ഈ ആസ്ട്രലോപിത്തിക്കസ് കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴെയുള്ള ഒരു ഹോമോ വിഭാഗം, പ്രാകൃതമായിട്ടുള്ള ഒരു ഹോമോ വിഭാഗം ആ സമയം വരെയും ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ആസ്ട്രലോപിത്തിക്കസുകൾ പൂർണ്ണമായിട്ടും ഈ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തീർന്നിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലൈനപ്പിൽ കുറച്ചുകൂടി പരിണാമങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി പരീക്ഷണങ്ങൾ പ്രകൃതി നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കുറച്ച് ജീവി വർഗ്ഗങ്ങൾ കുറേ കാലം കൂടി ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന ഏപ്പിഷ് ലുക്കുള്ള ഈ ആസ്ട്രലോപിത്തിക്കസിനെ പോലെ ഇരിക്കുന്ന ആ ടൈപ്പ് ജീവികൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഗ്രൂപ്പുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഏതോ ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഒരു ജീവിയാണ് ഈ ഹോമോ നലേഡി. ഈ ഒരു കണ്ടുപിടുത്തം വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തമാണ്. കാരണം ബുദ്ധി കൂടിയ ഇനം നമ്മുടെ ഹോമോസാപ്പിയന്, നിയാണ്ടർത്താൽ, അങ്ങനെയുള്ള ഡെനിസവൻ, അങ്ങനെയുള്ള സകല ഇനങ്ങളും ഭൂമിയിലുള്ള സമയത്താണ് ഈ ബ്രെയിൻ കപ്പാസിറ്റി തീരെ കുറവുള്ള എന്നാൽ ഇതേ വംശത്തിൽപ്പെടുന്ന ഈ ഒരു വർഗം ഉണ്ടായിരുന്നത്, നിലനിന്നിരുന്നത് 3 ലക്ഷം വർഷം വരെയും ഉണ്ടായിരുന്നു. ഇതെങ്ങനെ നിലനിന്നു? ഇതിന് മുമ്പ് ഹോമോസാപ്പിയന് നമ്മുടെ ഒരു സ്വഭാവം വെച്ചിട്ട് നമ്മൾ നിയാണ്ടർത്താലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എല്ലാ വിഭാഗങ്ങളെയും നമ്മളങ്ങ് വിഴുങ്ങുക ചെയ്തത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇതിനിടയ്ക്ക് ഇവരെങ്ങനെ നിലനിന്നിരുന്നു? ഒരു പക്ഷേ റൈസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റം നിലനിന്നിരുന്ന ആ ഒരു ഭാഗം ഒറ്റപ്പെട്ട് കിടന്നിരുന്ന സ്ഥലമാണ്. ഇനി അടുത്ത ഊഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിലേക്ക് ഹോമോസാപ്പിയൻ കടന്നു വരുന്നത് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് 2,95,000 ആ ഒരു റേഞ്ചിലെങ്ങാണ്ടാണ് ആദ്യത്തെ ഹോമോസാപ്പിയൻ്റെ രീതിയിലുള്ള ഒരു തലയോട്ടി, ഒരു എല്ല് ഫോസിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ആ സമയത്ത് തന്നെയാണ് ഈ ഹോമോ നലേഡി ജീവിച്ചിരുന്നത്. ആ സമയത്ത് തന്നെയാണ് ഇവരുടെ വിഭാഗങ്ങൾ അവസാനമായിട്ട് ജീവിച്ചിരുന്നത് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഹോമോസാപ്പിയൻ അവിടെ എത്തി 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തീർന്നു. ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നത് 1, 2, 3 കാര്യങ്ങളാണ്. അതായത് ഒന്നാമത്തെ കാര്യം, ഈ ഹോമോ നലേഡി നമ്മുടെ ആ ലൈനപ്പിലുള്ളതൊന്നുമല്ല, പ്രകൃതി നടത്തിയ മറ്റൊരു പരീക്ഷണമാണ്, മറ്റൊരു ലൈനപ്പിലുള്ള ജീവികളാണ്, അതിൽപ്പെടുന്നതാണ് ഹോമോ നലേഡി. പക്ഷേ ഈ ഒരു ഒറ്റപ്പെട്ട സമൂഹമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ഡെനിസവനും ഒക്കെ അങ്ങനെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇതിന് സമാനമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്തോനേഷ്യയിലെ ഒരു ദ്വീപായിട്ടുള്ള ഫ്ലോറസ് ഐലൻഡ്. 50,000 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ആ ഒരു ദ്വീപിൽ ഹോമോ ഫ്ലോറൻസിയൻസ് എന്ന് പറയുന്ന കുള്ളൻ മനുഷ്യവർഗം ജീവനോടെ ഉണ്ടായിരുന്നു. ഈ സയന്റിസ്റ്റുകൾ അനുമാനിക്കുന്നത് ഒരു പക്ഷേ അവർ ഈ ഹോമോ ഇറക്ടസിൽ നിന്ന് ഉണ്ടായ ഒരു ജീവിവർഗമാണ്, മനുഷ്യവർഗമാണ്. ഒറ്റപ്പെട്ടൊരു സ്ഥലത്തായതുകൊണ്ടാണ് അവരും ഈ 50,000 കൊല്ലം വരെയും അവിടെ ഉണ്ടായിരുന്നത്. ആ സ്ഥലത്ത് ആ ഒരു ഏരിയയിൽ, ഇന്തോനേഷ്യയിലെ ആ ഒരു ഭാഗത്ത് ഹോമോസാപ്പിയൻസ് വന്നെത്തുന്നത് 50,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അതോടെ അവരും തീർന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഈ ഹോമോസാപ്പിയൻസ് എത്തുന്ന സമയം വരെയും ഇതുപോലെ പ്രാകൃത വിഭാഗങ്ങൾ പ്രകൃതി നടത്തിയ പല പരീക്ഷണത്തിൻ്റെ ഫലങ്ങളായിട്ടുള്ള ഇതുപോലത്തുള്ള പല മനുഷ്യ സമാനമായിട്ടുള്ള വംശങ്ങൾ ഭൂമിയിൽ പല സ്ഥലത്തും പല ബ്രാഞ്ചുകളായിട്ടുണ്ടായിരുന്നു. ഇവയെല്ലാം നിലനിൽക്കാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ ഒപ്പം പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഈ മനുഷ്യവർഗ്ഗങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ പരിണാമ ദശയിൽ ഇവർക്ക് കൂടുതൽ നമ്മുടെ സ്പീഷീസ് എത്ര പെട്ടെന്നാണോ വികസിച്ച് വന്നത് ആ ഒരു വേഗത ഇവരുടെ ലൈനപ്പിന് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ നശിച്ചുപോയി. അതാണ് പ്രകൃതിയുടെ നിയമം. എന്താണേലും നമുക്ക് ഇനിയും ഒട്ടേറെ ഫോസിലുകൾ ലഭിക്കാനുണ്ട്. ചിമ്പാൻസി സ്പ്ലിറ്റ് നടന്ന ആ സമയത്തെ ഫോസിലുകൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു കോമൺ പൂർവികളിൽ നിന്ന് ചിമ്പാൻസി നമ്മളൊക്കെ ഉണ്ടായത്, എങ്ങനെയാണ് ആ ട്രാൻസിഷൻ നടന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള കൂടുതൽ ഫോസിൽസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആസ്ട്രലോപിത്തിക്കസിൽ നിന്ന് ഹോമോ ഇറക്ടസിലേക്ക് വന്ന ആ ഒരു ഭാഗം എങ്ങനെയാണ് നടന്നത് എന്ന് നമുക്ക് മനസ്സിലാവും.
ഇതൊക്കെ കാലക്രമേണ കൂടുതൽ ഫോസിലുകൾ കിട്ടുന്നതോടെ ഈ ഗ്യാപ്പുകളെല്ലാം ഫില്ലായി പോവുകയും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം ലഭിക്കുകയും ചെയ്യും. ഇനി നമുക്കുണ്ടാവാൻ പോകുന്ന ഒരു സംശയം, ഈ റേസിംഗ് സ്റ്റാർ കേവ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇത്രയും അടിഭാഗത്ത് ആ ഒരു ഷൂട്ടിനകത്ത് ഇത്രയും ഹോമോ നലേഡികളുടെ അസ്ഥികൂടങ്ങൾ ഇങ്ങനെ കിടന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? നമുക്ക് തന്നെ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇവരുടെ ഈ അസ്ഥികൂടങ്ങൾ എത്തിപ്പെട്ടത്? ഇവിടെയാണ് ഒരിക്കൽ കൂടി നമ്മുടെ ഈ ലീ ബർഗർ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇദ്ദേഹം രണ്ടാമത് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ ഇപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹം പറയുന്നത് ആ ഡ്രാഗൺസ് ബാക്ക് എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, കീറിപ്പോകുന്ന സ്ഥലം, അവിടെ ഈ പ്രാകൃത മനുഷ്യർ തീ കൂട്ടിയ അടയാളങ്ങൾ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇദ്ദേഹത്തിന് ഈ ഒരു ഗുഹയിൽ നിന്ന് വീണ്ടും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നത് ഹോമോ നലേഡികൾ കാര്യം ബുദ്ധി കുറവുള്ള ജീവികളൊക്കെ ആയിരുന്നെങ്കിലും അവർ തീ ഉപയോഗിക്കാൻ പഠിച്ചവരായിരുന്നു എന്നാണ്. കാരണം ഇത്രയും ഇരുട്ടത്ത്, ഇപ്പോൾ ഈ ഒരു 2 ഡോക്യുമെൻ്ററികളുടെ പേരും അതിൻ്റെ അഡ്രസ്സും ഒക്കെ ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇത്രയും ഇരുട്ടത്ത് അതിനകത്തൂടെ ഈ ജീവികൾക്ക് കയറാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ തീയുടെ ആവശ്യമുണ്ട്. അപ്പോൾ തീയുടെ സഹായത്തോടെ തന്നെയാണ് ഈ ഒരു എല്ലുകൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ആരാണ് കൊണ്ടിട്ടിരിക്കുന്നത്? ഇദ്ദേഹം പറയുന്നത് ഹോമോ നലേഡികൾ തന്നെയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. ഇവരുടെ ആൾക്കാരുടെ ഈ ഒരു ബോഡിയും കാര്യങ്ങളും ഒക്കെ ഈ വന്യമൃഗങ്ങൾ ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടിട്ടിരിക്കുന്നതാണ് ഇത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത്രയും ബ്രെയിൻ മാത്രമുള്ള ഇവർക്ക് ഇതിനൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് എതിർഭാഗത്തിൻ്റെ ചോദ്യം. അവർ പറയുന്നത് ആ സമയത്ത് ഹോമോസാപ്പിയൻസ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവന്മാരാണോ ഈ പണി ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. പക്ഷേ ഹോമോസാപ്പിയൻസിൻ്റെ ആ ഒരു ഗുഹയ്ക്കകത്തുനിന്ന് ഒരൊറ്റ എല്ലോ അങ്ങനെയുള്ള ഒരു സാന്നിധ്യമൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് ഈ എല്ലുകൾ അവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് കേട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ഇല്ലാത്തവർക്ക് ഒരു പക്ഷേ ഇത് ചിരിച്ച് തള്ളിക്കളയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ഫോസിലുകൾ, അസ്ഥികൂടങ്ങൾ, തലയോട്ടികളൊക്കെ വിവിധ മ്യൂസിയങ്ങളിലെ ലാബുകളിലൊക്കെ നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് ഉത്തരവാണ് നമ്മൾ കൊടുക്കുക? ഇവരൊക്കെ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ പഠിച്ച കഥകളിലൊന്നും ഇവരില്ലല്ലോ. ഇനിയും ഇതുപോലത്തെ 100 കണക്കിന് ഫോസിലുകൾ പരിശ്രമശാലികളായിട്ടുള്ള ഗവേഷകർ, സയൻറ്റിസ്റ്റുകൾ കുഴിച്ചെടുത്തുകൊണ്ടേയിരിക്കും. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നതോടെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ പല സ്ഥലങ്ങളിലെയും ഗ്യാപ്പുകൾ ഫില്ലാവും. പൂർണ്ണമായ ചിത്രം ഒരിക്കൽ തെളിഞ്ഞു വരും. 1920 മുമ്പ് ഒരു തെളിവും ഇല്ലാതിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത്രയും ഫോസിലുകൾ ലഭിച്ചിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ഒരു വീഡിയോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുമ്പ് പറഞ്ഞതുപോലെ 2 പ്രധാന ഡോക്യുമെൻ്ററികളാണ്, 2ഉം ലീ ബർഗറുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററികളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്, റെഫർ ചെയ്തിട്ടുള്ളത്. അതിന് ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് കാണാതെ ഇതെങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ 2 ഡോക്യുമെൻ്ററികളും ഒരെണ്ണം 2 മണിക്കൂറും മറ്റത് 1.5 മണിക്കൂറും ഒക്കെ ഉണ്ട്. രണ്ടും സമയം കിട്ടുവാണെങ്കിൽ കാണുക. പിന്നെ മുമ്പ് പറഞ്ഞതുപോലെ ഇരുട്ടിനോടും ഗുഹകളും ഒക്കെ ഭയമുള്ള ആളുകൾ ഇത് കാണരുത്. കൂടുതലും അങ്ങനെയുള്ള ഷോട്ട്സ് ഇതിനകത്ത്, ലൈവ് ഷോട്ട്സ് ഇതിനകത്തുണ്ട്. അവർ കറക്റ്റായിട്ട് പിടിച്ചിരിക്കുന്ന കുറച്ച് ഷോട്ട്സ് ഒക്കെ ഇതിനകത്തുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ശ്വാസം മുട്ടാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ആ 2 ഡോക്യുമെൻ്ററികൾ, അതിലൊന്ന് ഡോൺ ഓഫ് ഹ്യൂമാനിറ്റി, അത് ആസ്ട്രലോപിത്തിക്കസ് സെഡീബിയ നമ്മുടെ ഈ ലീ ബർഗർ കണ്ടെത്തിയ ആ ഒരു ഫുട്ടേജുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ഈ പറയുന്നത് പോലെ വളരെ ഉള്ളിലേക്ക് കയറുന്ന കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഷോട്ട്സും കാര്യങ്ങളും, പിന്നെ ഈ പറഞ്ഞ എല്ലുകളുടെ ഘടനകൾ, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കാണുക തന്നെ വേണം. ഇതിനോട് താല്പര്യമുള്ള ആളുകൾ കാണേണ്ട ഒരു ഡോക്യുമെൻ്ററി തന്നെയാണ് അത്. ആസ്ട്രലോപിത്തിക്കസ് സെഡീബ, പിന്നെ ഹോമോ നലേഡി, ഇത് രണ്ടും കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതിൻ്റെ യൂട്യൂബ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിലുള്ള ആ ഒരു വീഡിയോ അത്ര ഒരു ഹൈ ക്വാളിറ്റി HD വീഡിയോ ഒന്നുമല്ല, പക്ഷേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അടുത്തത് അൺനോൺ കേവ് ഓഫ് ബോൺസ്. ഇതൊരു നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയാണ്. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ നെറ്റ്ഫ്ലിക്സിൽ ഇത് കിട്ടും, കാണാൻ സാധിക്കും. അത് നിങ്ങൾ കാണണം. നല്ല HD ക്ലാരിറ്റിയിൽ. ഇദ്ദേഹം 2022 ഒന്നുകൂടി ഇതിനകത്തേക്കൊന്ന് പോയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ആ സമയത്താണ് ഇദ്ദേഹം ഈ തീ കത്തിച്ച കാര്യമൊക്കെ കണ്ടെത്തിയത്. അതൊക്കെ ഇതിനകത്ത് ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് ആസ്ട്രോനട്സ്, ആ സ്ത്രീകളെയും വനിതകളെയൊക്കെ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. മറ്റേ ഡോക്യുമെൻ്ററിയിലും അവരുണ്ട്. അതുമാത്രമല്ല ഈ 2ാമത്തെ ഡോക്യുമെൻ്ററിയിൽ വണ്ണമൊക്കെ കുറച്ചിട്ട് ഇദ്ദേഹം തന്നെ നേരിട്ട് ഈ ഡി നലേഡി ചേംബറിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററിയിൽ. അത് ലിങ്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ പേര് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇതിന് പുറമെ ഡിസ്ക്രിപ്ഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ലിങ്കുകൾ അഡീഷണൽ വായനയ്ക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്ററാക്റ്റീവായിട്ട് ഈ ടൈം ലൈനുകൾ ഏത് സമയത്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ കാണാനുള്ള കുറച്ച് ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതെല്ലാം ക്ലിക്ക് ചെയ്ത് കാണാം. ലാപ്ടോപ്പിൽ കാണാൻ പറ്റിയെങ്കിൽ അതാണ് നല്ലത്. മൊബൈലിൽ ഈ ഇൻറ്ററാക്റ്റീവ് വീഡിയോസൊന്നും അല്ലെങ്കിൽ ആ ഒരു സാധനമൊന്നും കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല. സ്ക്രീൻ അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. എന്താണെങ്കിലും നിങ്ങളിത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.